ഓക്കെ, അപ്പം എന്തായാലും നമ്മൾ ആദ്യമേ KSRനെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങും. KSR നിങ്ങളെല്ലാം സർക്കാർ സർവീസിൽ കയറിയത് PSC വഴിയാണ്. അപ്പൊ PSC വഴിയാകുമ്പോൾ നമുക്ക് KSR എപ്പോഴാണ് ആപ്ലിക്കബിൾ ആകുന്നത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ. ബിഫോർ ദാറ്റ് there is a process. That process is called recruitment and selection process. എങ്ങനെയാണ് നമ്മളെ സെലക്ട് ചെയ്തത്? അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മളെ എങ്ങനെ സെലക്ട് ചെയ്തു എന്നുള്ളതിന് നമുക്കൊരു വ്യക്തമായ ഉത്തരവുണ്ട്. ആദ്യം ഞാനതൊരു കഥ പോലെ പറഞ്ഞുതരാം, അപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വരും. അവിടെ മുതലാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മൾ ആദ്യം പത്രത്തിൽ ഒരു നോട്ടിഫിക്കേഷൻ, പത്രം എന്നേ ഞാൻ പറയുന്നുള്ളൂ, അത് ഇനി മീഡിയ ആകാം. നവേഡേസ് നിങ്ങൾ മീഡിയ എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാം. അപ്പൊ നമ്മൾ കണ്ടപ്പോൾ നമ്മൾ ആദ്യം യു ആർ തിങ്കിങ് ദാറ്റ് യു ആർ എലിജിബിൾ ഫോർ ദാറ്റ് പോസ്റ്റ്. നമ്മൾ വിചാരിക്കുകയാണ് എനിക്ക് ആ ജോലി കിട്ടണം, എനിക്ക് ആ ജോലി കിട്ടും എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യും, യു ആർ ലോഡ്ജിങ് ആൻ ആപ്ലിക്കേഷൻ. ആ ആപ്ലിക്കേഷൻ, ഒരുപാട് ആപ്ലിക്കേഷൻ, സേ ഒരു 1000 ആപ്ലിക്കേഷൻസ് ഓൾറെഡി റിസീവ്ഡ് ബൈ ദ PSC. അപ്പൊ PSC അതിനൊരു സ്ക്രൂട്ടനൈസിങ് പ്രോസസ്സ് നടത്തും. അപ്പൊ ഈ സ്ക്രൂട്ടനൈസിങ് പ്രോസസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ചില ആപ്ലിക്കേഷൻസ് സ്റ്റാൻഡ്സ് റിജക്റ്റഡ് ആയിരിക്കും ഡ്യൂ ടു വേരിയസ് റീസൺസ്. ചിലപ്പോൾ ഒപ്പിട്ട് കാണത്തില്ല, ചിലപ്പോൾ ഏജ് ഓവറായി കാണും, ചിലപ്പോൾ കാസ്റ്റിന്റെ ഡിഫറൻസ് ഉണ്ടാവും, ചിലപ്പോൾ സഫീഷ്യന്റ് ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവില്ല, അവർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവില്ല, ചിലപ്പോൾ നമ്മൾക്ക് എലിജിബിലിറ്റി ചിലപ്പോൾ ഇന്ത്യൻ സിറ്റിസൺ അല്ലാതിരിക്കാം. പല പല റീസൺസ് കൊണ്ട് അത് റിജക്ട് ചെയ്യാം. സേ ഒരു 100 ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തുകൊണ്ടിരിക്കും. റിമൈനിങ് 900 ആപ്ലിക്കേഷൻസ്. ഈ 900 ആപ്ലിക്കേഷൻസ് വെച്ച് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ദേ ആർ കണ്ടക്ടിങ് ആൻ എക്സാമിനേഷൻ. ആ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ എക്സാമിനേഷന് ഒരു കട്ട് ഓഫ് മാർക്ക് വെക്കും. സേ ഒരു 60 or 70 മാർക്സ്. അപ്പൊ 900-ൽ ഒരു 600 അവര് ഈ കട്ട് ഓഫ് മാർക്ക് അത് വേണ്ട മാർക്ക് അറ്റൈൻ ചെയ്തില്ല, അവരും ത്രോൺ ഔട്ടായി. പിന്നെ ബാലൻസ് 300 ആണ്. അവരെ വിളിക്കുന്നു, ഇന്റർവ്യൂവിന് വിളിക്കുന്നു. അത് പല രീതിയിലാണ്. അപ്പൊ ഞാനൊരു നോർമൽ പ്രൊസീജിയറാണ്, എല്ലാ നോർമൽ കാര്യങ്ങളാണ് പറയുന്നത്. ഇന്റർവ്യൂവിന് വിളിക്കുന്നു, ആ ഇന്റർവ്യൂവിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു. അറ്റൻഡ് ചെയ്തതിന് ശേഷം നമ്മളെ ഒരു ഷോർട്ട് ലിസ്റ്റ് ഇടും. അതിനുശേഷം ഒരു റാങ്ക്ഡ് ലിസ്റ്റ് വരും. ആ റാങ്ക്ഡ് ലിസ്റ്റിൽ നിന്നും എന്ത് ചെയ്യുന്ന PSC റിക്രൂട്ട്മെന്റ് മാനുവൽ ഉണ്ട്. ആ റൊട്ടേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യും. അവിടം വരെ നമ്മൾക്ക് സർക്കാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ ഇടയ്ക്ക് ഏതെങ്കിലും ഡോക്ടറിന് സംശയം ചോദിക്കണമെങ്കിൽ ചോദിക്കാം. അറ്റ് എനി ടൈം യു കൻ ആസ്ക് ക്വസ്റ്റ്യൻസ്. അതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ മനസ്സിൽ ചോദ്യങ്ങൾ കൊണ്ട് നടക്കരുത്. അപ്പൊ ആ ചോദ്യങ്ങളെ എന്ത് ചോദ്യമാണെങ്കിലും, ഇനി ലീഗൽ മാറ്റേഴ്സ് ഇതുമായിട്ട് ബന്ധമില്ലാത്ത കാര്യമാണെങ്കിലും യു കൻ ആസ്ക്, അത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ എനിക്ക് ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ എന്ത് കാര്യം ചെയ്യുന്നെങ്കിലും എൻജോയ് ചെയ്തുകൊണ്ട് അത് അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമുക്കത് എന്ത് ചെയ്യാൻ ഡൈജസ്റ്റ് ചെയ്യൂ. ഇനി ഒരു സത്യം കൂടെ പറയാം. ഞാനിപ്പം ഐ എം ഡൂയിങ് മൈ ലോ PG. നാളെ എനിക്ക് യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ട്. അത് നമുക്കതൊന്നും പ്രശ്നമില്ല. ഞാൻ ഇന്ന് രാത്രി കുത്തിയിരുന്ന ഒരു 2-3 മണിക്കൂർ പഠിക്കും. നാളെ രാവിലെ ഒരു 5 മണിക്ക് എഴുതിട്ട് 3-4 മണിക്കൂറൊക്കെ പഠിക്കും. ഞാൻ എഴുതും. പിന്നെ ടു ബി ഫ്രാങ്ക്, കഴിഞ്ഞ 2 സെമ്മിലും ഒരു സെമ്മില് യൂണിവേഴ്സിറ്റി സെക്കൻഡ് റാങ്ക് കിട്ടി, കഴിഞ്ഞ സെമ്മിൽ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് കിട്ടി. ഇത് നമുക്ക് കഴിയുന്ന കാര്യങ്ങളേ. നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ, അതൊന്നും കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് ഈസി ആയിട്ട് പറ്റും. പ്രൊവൈഡഡ് ഇഫ് യു ഹാവ് ഗോട്ട് ദ വിൽ പവർ ആൻഡ് കോൺഫിഡൻസ്, നമുക്കത് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഞാൻ മനസ്സിലാക്കിയ കാര്യം അതാണ്. എനിവേ പോട്ടെ. അപ്പൊ നമ്മൾക്കൊരു പേപ്പർ കിട്ടും PSC-യിൽ. അവിടെ മുതലാണ് തുടങ്ങാൻ പോകുന്നത്. എല്ലാവരും ഒരു നോട്ട് പാഡോ എന്തെങ്കിലും ഒന്ന് എടുത്ത് കയ്യിൽ വെച്ചാൽ നമ്മൾ ബുള്ളറ്റ് പോയിന്റ്സ് പറയുമ്പോൾ ടെസ്റ്റിന് പഠിക്കുന്നവർക്ക് വളരെ പ്രയോജനം. ടെസ്റ്റിന് പഠിക്കുന്നവർക്ക്, ഐ റിപ്പീറ്റ് വൺസ് അഗൈൻ, ടെസ്റ്റിന് പഠിക്കുന്നവർക്ക്. കാരണം എന്ന് പറയുമ്പോൾ ഒരു 200 ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ വിത്തൗട്ട് റെഫറിങ് എനി ടെക്സ്റ്റ് ബുക്ക് യു കൻ ഈസിലി മേക്ക് ദ ആൻസേഴ്സ്. യാതൊരു സംശയവും വേണ്ട. എന്റെ പ്രീവിയസ് എക്സ്പീരിയൻസും അങ്ങനെ തന്നെയാണ്. എല്ലാവരും പറയും, സാറേ ഞങ്ങൾക്ക് പുസ്തകം മറിക്കേണ്ടതിൽ ഒരു 60 ക്വസ്റ്റ്യൻ എഴുതി, പിന്നെ എന്തൊക്കെ എഴുതി, അത് എന്തുവല്ല ഞങ്ങൾക്ക് കിട്ടും, ഇത് പറയും. ഇനി മുതലാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. KSR തുടങ്ങാൻ പോകുന്നത്. നമ്മൾക്ക് ആദ്യം ഒരു മെമ്മോ കിട്ടും. ദാറ്റ് ഈസ് കാൾഡ് അഡ്വൈസ് മെമ്മോ. That document has got much sanctity. ആ ഡോക്യുമെന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് യുവർ നെയിം,
അഡ്രസ്, ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങളെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, സ്കെയിൽ ഓഫ് പേ, ഈവൻ ഇൻ ദ ഡിസ്ട്രിക്ട്, എല്ലാ ഡീറ്റെയിൽസും അതിൽ കാണും. ഈവൻ ടു ഇറ്റ് ഇസ്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾ ആരും വായിച്ചു നോക്കി കാണത്തില്ല. നിങ്ങൾക്കെല്ലാം അഡ്വൈസ് കിട്ടിയിട്ടുണ്ട്. എത്ര പേര് അത് വായിച്ചു നോക്കി കാണും? എത്ര പേര് മൈൻഡ് അപ്ലൈ ചെയ്ത് കാണും? നമ്മൾ ആകെ നോക്കുന്നത്, ഇപ്പൊ സപ്പോസ് ഇപ്പൊ നമ്മൾ ഉൾപ്പെട്ട ഒരു ഗ്രൂപ്പ് ഫോട്ടോ നമ്മൾ കാണും, നമ്മളെ മാത്രമേ നമ്മൾ ആദ്യം നോക്കത്തുള്ളൂ. അതാണ് ദാറ്റ് ഇസ് നമ്മുടെ ഒരു നമ്മുടെ ആത്മാവ് നമ്മളെ തന്നെയാണ് നോക്കത്തുള്ളൂ. അതാണ് അതിന്റെ ഒരു സത്യം എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരാണോ എന്ന് നമ്മൾ നോക്കും, വേറൊന്നും നമ്മൾ നോക്കത്തില്ല. അതിലൊരു പ്രാധാന്യമുണ്ട്, ഡേറ്റ് ഓഫ് അഡ്വൈസ്. ആ ഡേറ്റ് ഓഫ് അഡ്വൈസ് ഡിറ്റർമിൻസ് ദ ഡേറ്റ് ഓഫ് സീനിയോറിറ്റി. ഒരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം. ഡേറ്റ് ഓഫ് അഡ്വൈസ് ഡിറ്റർമിൻ ദ ഡേറ്റ് ഓഫ് സീനിയോറിറ്റി. Then there arises a question. ഒരു സിംഗിൾ അഡ്വൈസിൽ മെനി പേഴ്സൺസ് വെയർ അഡ്വൈസ്ഡ്. അപ്പോഴെങ്ങനെയായിരിക്കും സീനിയോറിറ്റി നിർണ്ണയിക്കുന്നത്? അപ്പോഴെങ്ങനെയാണ് നിർണ്ണയിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏജ് ആണ് നോക്കുന്നത്. അപ്പൊ ഏജ്, ഒരു അഡ്വൈസിൽ 10 പേരെ അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സീനിയോറിറ്റി ഡേറ്റ് എല്ലാവരുടെയും സെയിം ഡേറ്റ് ആണ്. അപ്പൊ എങ്ങനെയായിരിക്കും സീനിയോറിറ്റി നിർണ്ണയിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏജ് ആണ് അവിടെ ഡിറ്റർമിൻ ചെയ്യുന്ന സീനിയോറിറ്റിക്ക്. അതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു കാര്യമാണ്. ദെൻ കംസ് ടു ഒരേ ഏജ്. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ എല്ലാം മെയിലായിരിക്കും. നിങ്ങളുടെ എല്ലാം പേരൻസിന്റെ ഒക്കെ ഏജ് സ്കൂളിൽ മെയിലായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഒരേ ഡേറ്റ് ഓഫ് ബർത്ത് വരാം സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ PSC റാങ്ക് ആയിരിക്കും സീനിയോറിറ്റിക്ക് നിർണ്ണയിക്കുന്നത്. അപ്പൊ നമ്മൾ അഡ്വൈസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ഓൺസ് അഗൈൻ. ദ ഡേറ്റ് ഓഫ് അഡ്വൈസ് ഡിറ്റർമിൻസ് ദ ഡേറ്റ് ഓഫ് സീനിയോറിറ്റി. If many are advised in a single advice, then age will determine the seniority. If the age are same, then the rank in the PSC list will determine. ഇതാണ് ആ അഡ്വൈസിന്റെ ആ ഒരു എന്താ പറയുക, അഡ്വൈസിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട കാര്യം. ആരുടെയെങ്കിലും കയ്യിൽ അഡ്വൈസ് മെമ്മോ ഉണ്ടെങ്കിൽ അവരത് നോക്കിക്കൊള്ളുക. നിങ്ങൾ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ സീനിയോറിറ്റി, പലർക്കും തെറ്റായ ഒരു ധാരണയുണ്ട്, ഡേറ്റ് ഓഫ് ജോയിനിങ് ആണ് സീനിയോറിറ്റിക്ക് എടുക്കുന്നത്. That is wrong. അപ്പൊ അവിടെ നിങ്ങൾക്ക് യു ക്യാൻ വെരിഫൈ ദാറ്റ് വെദർ ദ ഡേറ്റ് ഓഫ് അഡ്വൈസ് ഡിറ്റർമിൻസ് യുവർ സീനിയോറിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് യു ക്യാൻ ഈസിലി എക്സാം. നിങ്ങൾക്ക് അത് വെരിഫൈ ചെയ്ത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ യു ഹാവ് ടു സബ്മിറ്റ് ആൻ ഒബ്ജക്ഷൻ. നിങ്ങൾക്ക് അഡ്വൈസ് മെമ്മോയുടെ കോപ്പി സഹിതം കൊടുത്തു കഴിഞ്ഞാൽ അത് തിരുത്തി കിട്ടും. ദെൻ അത് കഴിയുമ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്ന പേപ്പർ നമ്മുടെ കൈ കിട്ടും. ദാറ്റ് ഈസ് അപ്പോയിന്റ്മെന്റ് ഓർഡർ. അപ്പോൾ ഈ അപ്പോയിന്റ്മെന്റ് ഓർഡർ നമുക്ക് കിട്ടുമ്പോൾ ഈ അപ്പോയിന്റ്മെന്റ് ഓർഡറിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ അപ്പോയിന്റ്മെന്റ് ഓർഡർ നമുക്ക് ജോയിൻ ചെയ്യുന്നതിന് അവർ ആദ്യം 2 weeks സമയമാണ് തരുന്നത്. നമുക്കൊരു അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം ഡേയ്സ് അലൗഡ് 90 days ആണ്. പരീക്ഷയ്ക്ക് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പോ നിങ്ങൾക്ക് തന്നെ വേറൊരു അപ്പോയിന്റ്മെന്റ് കിട്ടുന്നു. വേറൊരു അപ്പോയിന്റ്മെന്റ് കിട്ടിയാൽ നിങ്ങൾക്ക് ഒന്ന് ജോയിൻ ചെയ്യുന്നതിനുള്ള സമയം വേണം. ആ സമയം എന്ന് പറയുന്നത് 90 days ആണ് കിട്ടുന്നത്. യു വിൽ ഗെറ്റ് 90 days, മാക്സിമം ഡേയ്സ് ആണ്. അവിടെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോയിന്റിങ് അതോറിറ്റിക്ക് 30 to 45 days തരാൻ പറ്റൂ. ബാലൻസ് 45ക്ക് ബാക്കിയുള്ളത് ഗവൺമെന്റിന് മാത്രമേ സാങ്ഷൻ ചെയ്യാൻ പറ്റൂ. അപ് ടു 90 days വരെ കിട്ടും നിങ്ങൾക്ക്. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയാൽ നമ്മൾക്ക് ജോയിൻ ചെയ്യാനുള്ള മാക്സിമം പീരീഡ് ഓഫ് ടൈം അലൗഡ് 90 days ആണ്. അത് വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾക്ക് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. എല്ലാ അപ്പോയിന്റ്മെന്റും ടെമ്പററിയാണ്. പക്ഷെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊവിഷണൽ. പ്രൊവിഷണൽ മീൻസ് ഇറ്റ് ഈസ് ടെമ്പററി, പ്യൂർലി ടെമ്പററി എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്? അറ്റ് എനി ടൈം നിങ്ങളെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, പറഞ്ഞുവിടാം. അപ്പൊ അവിടെ ഇൻവോക്ക് ചെയ്തിരിക്കുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 9 ആൻഡ് അലൈഡ് സെക്ഷൻസ് ഓഫ് KS and SR. KS and SR എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ്. സെക്ഷൻ 9 ആൻഡ് അലൈഡ് 9(1)A ഒക്കെ അപ്ലൈ ചെയ്തിട്ട് അതാണ് 9 ആൻഡ് അലൈഡ് സെക്ഷൻസ് ഓർത്തിരുന്നാൽ മതി. അപ്പൊ
That implies your appointment is purely provisional. നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് പ്രൊവിഷണൽ. ഇനി നമ്മൾക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. നമ്മൾ ഈ ആർക്കാണ് ജോലി ചെയ്യാൻ കഴിയുന്നത് സർക്കാർ സർവീസ്? ഒന്ന്, മെഡിക്കലി ഫിറ്റായ, രണ്ട്, ലീഗലി ഫിറ്റായ. അപ്പൊ മെഡിക്കലി ഫിറ്റ് ആണെന്ന് ആരാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്? ഡോക്ടറാ കൊടുക്കേണ്ടത്. അപ്പൊ ഡോക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. എല്ലാവർക്കും കൊടുക്കാൻ അധികാരമില്ല. നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സിവിൽ സർജൻ. സിവിൽ സർജനിൽ കുറയാത്ത റാങ്കുള്ള ഡോക്ടർ, അവിടെയും പല ക്വസ്റ്റ്യൻസ് ചോദിച്ചു. സിവിൽ സർജന്റെ റാങ്കിൽ കുറയാത്ത ഒരു ഡോക്ടർക്ക് മാത്രമേ അതിൽ താഴെയുള്ള ഒരു ഡോക്ടർ ഫിറ്റ്നസ് കൊടുത്താൽ ദാറ്റ് ഇസ് നോട്ട് വാലിഡ്. അത് ആ സർട്ടിഫിക്കറ്റ് ഫോം നമ്പർ 13 തന്നെ കൊടുക്കണം. അതെല്ലാം ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഏത് ഫോമിൽ കൊടുക്കണം? ഫോം നമ്പർ 13 കൊടുക്കണം. പിന്നെ രണ്ടാമത്തത്, നമ്മൾ ജോലി ചെയ്യാൻ ഫിറ്റ് ആണോ എന്ന് പറയേണ്ട ആള് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ആണ്. അവര് നമ്മൾക്ക് വേണ്ടിയുള്ള പോലീസ് വെരിഫിക്കേഷൻ കൊടുക്കും. അതിനെ പറയുന്നത് വെരിഫിക്കേഷൻ ഓഫ് ക്യാരക്ടർ ആൻഡ് ആന്റിസിഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും കേസിൽ ഇപ്പൊ പെറ്റി കേസ് ഉൾപ്പെടാത്തവർ ആരും ഈ കൂട്ടത്തിൽ ഡോക്ടർമാരെ എത്ര ഒന്ന് ഹെൽമെറ്റ് വെച്ചില്ലെന്ന് കാണാം, ഇല്ലെങ്കിൽ റോങ് സൈഡിൽ പാർക്ക് ചെയ്തെന്ന് കാണാം, ഇല്ലെങ്കിൽ കൂട്ടുകാരന് ഒരു ചെക്ക് കൊടുത്തപ്പോൾ അത് ബൗൺസ് ചെയ്തെന്ന് കാണാം. അതൊന്നും പ്രശ്നമല്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും ചിലപ്പോ ഒരു ഈ പറയുന്ന പോലെ, ഞാൻ തമാശ രൂപത്തിൽ പറയാം, ഡോണ്ട് ടേക്ക് ഇറ്റ് ഇൻ ദ നെഗറ്റീവ് സെൻസ്. ചിലപ്പോ ഒരു 60 അടിച്ചിട്ട് പോയപ്പോ പിടിച്ച് 1500 2000 ശിക്ഷിച്ചു. പ്രോബ്ലം. അതിനൊന്നും ഒന്നും ചെയ്യത്തില്ല. സാധാരണഗതിയിൽ പറയുന്നത് 2000 രൂപയ്ക്ക് മുകളിൽ ശിക്ഷിച്ചാൽ ഡിസ്ക്വാളിഫൈഡ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു ക്രൈറ്റീരിയ അല്ല. മൊറലിനെ ബാധിക്കുന്ന ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവരെ ഡിസ്കാർഡ് ചെയ്യൂ. അൺഫിറ്റ് ആക്കും. ഫോർ എക്സാമ്പിൾ, റോബറി, മർഡർ, റേപ്പ്, ഡെക്കോയിറ്റി, പിന്നെ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് എതിരായിട്ടുള്ള ഇങ്ങനെയൊക്കെയുള്ള കേസുകളിൽ പെട്ടുപോയാൽ നമ്മളെ തീർച്ചയായിട്ടും, മോറോവർ നമ്മളെ ഏതെങ്കിലും കേസിൽ ശിക്ഷിച്ചിട്ടുണ്ട്, ആ ശിക്ഷയ്ക്ക് ഇപ്പൊ നമ്മൾ അപ്പീൽ കൊടുത്തിരിക്കുകയാണ്, എന്നാൽ പോലും തല മാറ്റി നിർത്തും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി കെ എസ് ആറിന് 3 പാർട്ടാണ്. KSRന് 3 പാർട്ടാണ്, 2 വോളിയമാണ്. KSRന് 3 പാർട്ട്, 2 വോളിയം. ഫസ്റ്റ് പാർട്ട് കണ്ടെയ്ൻസ് general conditions of service and TA. Second part consists pension. ഇവിടെ ഞാൻ പറയാം, നമ്മുടെ KSRന് 3 പാർട്ടാണുള്ളത്, 2 വോളിയമാണുള്ളത്. ഫസ്റ്റ് വോളിയം കണ്ടെയ്ൻസ് general conditions of service and TA means traveling allowance. Second volume pension. ഇനിയും ഞാൻ ആ പുസ്തകം ഒന്ന് കാണിക്കാം, ആരും കണ്ട് പേടിച്ചു പോരുത്. 2 പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. ഇത് വോളിയം 1 ആണ്. ഇത് വോളിയം 1, KSRന്റെ വോളിയം 1 ആണ്. കേരള സർവീസ് റൂൾസിന്റെ വോളിയം 1 ആണ്. ഇത് ഐ തിങ്ക് ദിസ് കോസ്റ്റ് 2000 rupees. ഇതിനകത്ത് എല്ലാ അമെൻമെന്റ്സും ഡീറ്റെയിൽസും എല്ലാം ഉണ്ട്. ഏകദേശം 1800 പേജുണ്ട് ഫസ്റ്റ് വോളിയം. പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ, വലിയ പുസ്തകങ്ങൾ കണ്ടവരാണ്, അങ്ങനെ പേടിച്ചിട്ട് കാര്യമില്ല. ഇത് പെൻഷൻ, രണ്ടാമത്തെ ബുക്കാണ്, വോളിയം 2, 3. ഇതാണ് ഈ 2 പുസ്തകങ്ങളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ. അപ്പൊ ജനറൽ കണ്ടീഷൻസ് ഓഫ് സർവീസിൽ എന്തൊക്കെ വരും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജനറൽ കണ്ടീഷൻസ് ഓഫ് സർവീസ്, ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാം ഒരു കാര്യം പറഞ്ഞു. നമ്മളെല്ലാം, ഞാൻ ഇപ്പൊ ഈ ഒരു വലിയ സംഹിത നമ്മൾക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾക്ക് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായ കാര്യമല്ല. എന്നാൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ടച്ച് ചെയ്തു. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പ്രൊബേഷൻ. എന്താണ്, വാട്ട് ഈസ് ദ ഇംപ്ലിക്കേഷൻ ഓഫ് പ്രൊബേഷൻ?
നിങ്ങൾ ജോലി ചെയ്യാൻ പ്രാപ്തനാണോ എന്നുള്ള പരിശോധനയാണ്. നമ്മൾ ആദ്യമായിട്ട് ജോലിക്ക് കയറുമ്പോൾ നമ്മൾക്ക് അറിയില്ല. ഇന്നത്തെ കാലത്ത് ട്രെയിനിങ് ഇപ്പൊ IT മേഖലകളിലാണെങ്കിൽ അവർക്ക് ഇൻഡക്ഷൻ ഉണ്ട്. ആ ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ അവർക്ക് ആ വർക്കിംഗ് എൻവയോൺമെന്റ് എന്താണ്, അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതിന് ഗൈഡ് ചെയ്യാൻ ആളുണ്ട്, ടീം ലീഡർ ഉണ്ട്. മാത്രമല്ല അതിന് മിഡിൽ ഓഫീസേഴ്സ് ഉണ്ട്. ഒരു സർക്കാർ സർവീസിൽ ചെല്ലുമ്പോൾ ഞാനൊക്കെ ചെല്ലുമ്പോൾ കോടതിയിൽ കുറെ ഫയൽ എടുത്തിട്ട് തരിക, തനിയെ പഠിച്ചോണം, ചോദിച്ചു മനസ്സിലാക്കാം. നമുക്കതിനുള്ള കഴിവുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു പരീക്ഷണമാണ് എന്തെന്ന് പറയുന്നത് പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ നോർമലി പ്രൊബേഷൻ ഈസ് 1 year service within a period of 2 years, and in certain cases 2 years of continuous service within a period of 3 years. ചില കേസിൽ 1 വർഷവും ചില കേസിൽ 2 വർഷവും. ഡോക്ടേഴ്സിന്റെ ഒക്കെ കേസിൽ 2 വർഷമാണ് പ്രൊബേഷൻ, സാധാരണഗതിയിൽ 2 years. അപ്പൊ ഈ 2 വർഷം കഴിയുമ്പോൾ മാത്രമേ ആഫ്റ്റർ ഡിക്ലെയറിംഗ് പ്രൊബേഷൻ നമ്മൾക്കൊരു ശകലം കൂടെ വെയിറ്റ് കൂടുകയാണ്. യു ആർ ബിക്കമിങ് ആൻ ഓഫീഷ്യേറ്റിംഗ് എംപ്ലോയി. അതുവരെ നമ്മൾ ടെമ്പററി എംപ്ലോയി. അപ്പൊ നമുക്കൊരു ഒഫീഷ്യേറ്റിംഗ് ആണ്. ഒഫീഷ്യേറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു ചില കാര്യങ്ങളിലൊക്കെ നമ്മൾക്ക് എന്നിട്ട് ചുമ്മാ അതങ്ങ് പിരിച്ചുവിടാൻ പറ്റത്തില്ല. നമ്മൾക്ക് ആ പ്രൊബേഷൻ കഴിയുമ്പോഴത്തേനും നമുക്ക് ഇൻക്രിമെന്റ് കിട്ടും, മറ്റു പല ആനുകൂല്യങ്ങളും കിട്ടും. ഇനി ചില ഏറ്റവും നിങ്ങളുടെ ഫ്രട്ടേണിറ്റിയിലുള്ള ഏറ്റവും വലിയ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്, പലരും PG പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ജോലി കിട്ടുന്നത്. ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്നത് PG പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് ഫെലോഷിപ്പ് ചെയ്യുമ്പോഴോ അതുപോലെ എന്തെങ്കിലും ആയിരിക്കും ജോലി കിട്ടുന്നത്. ജോയിൻ ചെയ്തിട്ട് ലീവ് എടുക്കുകയാണ്. അപ്പൊ നമ്മളത് പഠിക്കും. LWA ഫോർ സ്റ്റഡി പർപ്പസ് അനുവദനീയമാണ്. കാരണം വിദ്യാഭ്യാസം ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ മൗലിക അവകാശമാണ്. ഇറ്റ് ഈസ് എൻവിസേജ്ഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. നോബഡി ക്യാൻ പ്രിവെന്റ്. ആർക്കും അത് തടയാൻ പറ്റില്ല. അപ്പൊ അവിടെ വരുമ്പോൾ നിങ്ങളെ ആരെങ്കിലും നിങ്ങൾ പഠിത്തം തടയുക എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് നിയർലി വയലേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമ്മളുടെ അവകാശത്തിലെ കടന്നു കയറുക, അത് അനുവദനീയമാണ്. ഇറ്റ്സ് നോട്ട് പെർമിറ്റഡ്. അങ്ങനെ ഒരു കേസിൽ ഒരുപാട് പേര് ഇപ്പൊ ഇരിക്കുന്ന ബിന്ദു ഡോക്ടർ എത്ര ഡോക്ടേഴ്സ് കയറിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുമോ? സാറേ ഇപ്പൊ 125 ഡോക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്. എത്ര പേര് 2 വർഷത്തിൽ താഴെ ഉള്ളതുണ്ടെന്നുള്ളത് പെട്ടെന്ന് അറിയാൻ പറ്റും? ഞാൻ ഗൂഗിൾ ഫോം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു 45% ആൾക്കാര് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് പാസ് ആയിട്ടില്ലായിരുന്നു. ഗൂഗിൾ ഫോം ഇട്ടതിനകത്തുനിന്ന് കിട്ടിയ ഇൻഫോർമേഷനകത്ത്. അല്ല, 2 വർഷത്തിനകത്ത് ഉള്ള എത്ര പേരുണ്ട്? അവര് കുറച്ചൊന്ന് ശകലം കൂടെ ഒരു ശകലം കൂടെ കെയർ എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്. അല്ല, അവര് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാലും മതിയല്ലോ ഇപ്പൊ പെട്ടെന്ന് വേണമെങ്കിൽ. അതെ അതെ അതെ. ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 2 പ്രൊബേഷൻ പീരീഡിൽ ഒരാൾക്ക് ഏതൊക്കെ ലീവാണ് അലൗഡ് എന്നുള്ളത്. പ്രൊബേഷൻ പീരീഡിൽ ഒരാൾക്ക് ഒരു ലീവും അവൈലബിൾ അല്ല. ക്യാഷ് ലീവ് മാത്രമേ എടുക്കാൻ അവകാശം. ക്യാഷ് ലീവ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ഡ്യൂട്ടി. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാം, വിച്ച് ലീവ് വിൽ ബി ട്രീറ്റഡ് ആസ് ഡ്യൂട്ടി എന്ന് ചോദിക്കാൻ കൊള്ളാം. ക്യാഷ് ലീവ്. അപ്പൊ ക്യാഷ് ലീവ് എന്ന് പറയുന്നത് ലീവ് അല്ല യഥാർത്ഥത്തിൽ. അപ്പൊ ക്യാഷ് ലീവ് ഒഴികെ മറ്റൊരു ലീവും എടുക്കാൻ അവകാശമില്ല. പക്ഷേ ഏതെങ്കിലും പ്രൊബേഷൻ പീരീഡിലുള്ള ഒരു ഡോക്ടർ പഠന ആവശ്യത്തിന് വേണ്ടി ലീവ് എടുത്ത് പോകുകയാണെങ്കിൽ, അദ്ദേഹം 6 മാസം കഴിഞ്ഞിട്ടാണ് ലീവ് എടുത്തതെങ്കിൽ ഈ 6 മാസത്തെ സർവീസ് കാണില്ല. ഈ ഡോക്ടർക്ക് പഠനം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒരു ഫ്രഷറായിട്ട് മാത്രമേ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയൂ. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു 1.5 വർഷം കഴിഞ്ഞ ഒരു ഡോക്ടർ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ 1.5 വർഷം നഷ്ടപ്പെട്ടു, ഒന്നും ചെയ്യാൻ. അപ്പൊ ഇഫ് എനി എംപ്ലോയി
is proceeding on leave within the period of probation, he has no rights. പക്ഷെ ഒരേ ഒരു റൈറ്റ് മാത്രമേ ഉള്ളൂ. he can re-enter in the service as a fresher. വീണ്ടും ഒന്നേന്ന് തുടങ്ങി വീണ്ടും നമുക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് പോകാം. ആ സർവീസ് കണക്ക് കൂട്ടും. അതൊരു വലിയ കൺസ്ട്രെയിൻ ആണ്. അത് വേണമെങ്കിൽ നിങ്ങളുടെ അസോസിയേഷന് വേണമെങ്കിൽ അത് ടേക്കപ്പ് ചെയ്യണം. ഞാൻ ഏതെങ്കിലും ഡോക്ടർ 1 വർഷമോ 1.5 വർഷമോ ഒക്കെ കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ വർഷം പഠിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് കരിയർ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി പോകുന്നതാണ്. പക്ഷെ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ചിലപ്പോൾ ഈ ഡോക്ടർ PG കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കളഞ്ഞിട്ടിട്ട് പോകും. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷെ എന്നാൽ ഞാൻ ഒരിക്കലും ഒരു കേസ് ഞാൻ അറ്റൻഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ 5 വർഷം ലീവ് വിത്തൗട്ട് അലവൻസ് ആണ്. പക്ഷേ പുള്ളിക്കാരൻ തിരിച്ചു കയറാനുള്ള ആപ്ലിക്കേഷനും എല്ലാ ഫോർമാറ്റും എല്ലാം ഞാൻ തയ്യാറാക്കി കൊടുത്തു. പുള്ളിക്കാരനെ തിരിച്ചു കയറണം എന്ന് പറഞ്ഞു. കയറി കഴിഞ്ഞിട്ട് ഈ 5 വർഷം സർവീസും റീറ്റെയിൻ ചെയ്യിച്ചു കൊടുത്ത് റീഫിക്സേഷൻ ചെയ്തു കൊടുത്തു. അത് കഴിഞ്ഞപ്പം ഇതുപോലെ വേറൊരു ഡോക്ടറെ കൊണ്ടുവന്ന് കോടതിയെ സമീപിച്ചു. ഇതൊരു പ്രീസിഡൻസ് വെച്ച്. പക്ഷെ അത് അംഗീകരിച്ചില്ല. ഇത് പക്ഷെ ഗവൺമെന്റ് അംഗീകരിപ്പിച്ചു കൊടുത്തു. അതിനൊരു ചെറിയ റീസണും കണ്ടു. പക്ഷെ എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല. ഇതൊരു ഭാഗ്യത്തിന് അദ്ദേഹത്തിന് കിട്ടിപ്പോയത്. അതൊരു മേഴ്സി പെറ്റീഷനൊക്കെ കൊടുത്ത് അതിനകത്തൊരു ഇച്ചിരി ഈ പറയുന്നത് പോലെ നമ്മൾ ചില കേക്കിനകത്തൊക്കെ ചില പൂക്കളൊക്കെ വെച്ച് വെക്കത്തില്ല. കേക്കിന് എല്ലാ കേക്കിനും ഒരേ ടേസ്റ്റാണ്. പക്ഷെ അത് കാണുമ്പോൾ നമുക്കൊരു അട്രാക്ഷൻ തോന്നും. ഒരു പൂവൊക്കെ ഒരു ചെറി വെക്കും, അല്ലെങ്കിൽ ഒരു ചുമന്നൊരു ഇത് വെക്കും, അല്ലെങ്കിൽ ഒരു പച്ച പൂവൊക്കെ എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ നമുക്ക് തോന്നി ഇത് ഏതാണ്ട് പുതിയതാണ് എന്ന് പറയുന്ന ഒരു ഇച്ചിരി പുതുമയോടുകൂടി അതിനെ സബ്മിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു. പക്ഷെ അത് പിന്നെ കിട്ടിയില്ല. അപ്പൊ ലൈക്വൈസ് ഇപ്പൊ നമ്മൾ പ്രൊബേഷൻ പീരീഡിൽ ലീവ് എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം. പിന്നെ വേറൊരു കാര്യമുണ്ട്. പ്രൊബേഷൻ പീരീഡിൽ സപ്പോസ് ദാറ്റ് ഇപ്പം ഒരു പ്രൊബേഷൻ പീരീഡിലുള്ള ഒരു ഡോക്ടർ പ്രഗ്നന്റ് ആണ്. അപ്പോൾ മെറ്റേണിറ്റി ലീവ് കിട്ടും. മെറ്റേണിറ്റി ലീവ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ ആ മെറ്റേണിറ്റി ലീവ് കിട്ടുമ്പോൾ ആ മെറ്റേണിറ്റി ലീവ് എന്ന് പറയുമ്പോൾ 6 മാസമാണ് നമുക്കുള്ള ലീവ്. 6 months 180 days ആണുള്ളത്. ആ 180 days കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. പക്ഷെ ആ പീരീഡ് സർവീസിന് എല്ലാ ആനുകൂല്യങ്ങളും പരിഗണിക്കും. അപ്പൊ ചില ലീവുകള് പ്രൊബേഷൻ പീരീഡിൽ എടുത്താലും പല ആനുകൂല്യങ്ങൾക്കും പരിഗണിക്കും. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അപ്പൊ പ്രൊബേഷണർ എന്ന് പറയുമ്പോൾ ഈ an employee on probation is called പ്രൊബേഷണർ. അപ്പൊ പ്രൊബേഷണർക്കുള്ള പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത് നോർമലി 1 year സർവീസ് വിത്തിൻ എ പീരീഡ് ഓഫ് 2 years കണ്ടിന്യൂസ് സർവീസ്. ലാസ്റ്റ് ഗ്രേഡ് എംപ്ലോയീസ്, ചില എംപ്ലോയീസിനൊക്കെ 1 വർഷം. ഇൻ അതർ കേസസ് 2 years of continuous service within a period of 3 years. അപ്പോൾ രണ്ട് വർഷം, നിങ്ങളുടെ കേസിൽ 2 വർഷമാണ് ഉള്ളത് എന്ന് പറയും. അപ്പോൾ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 1 വർഷം കഴിയുമ്പോൾ ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് 1 year an increment will be sanctioned. That increment is called compulsory increment. ഒരു ഇൻക്രിമെന്റ് ഫസ്റ്റ് ഇയറിൽ നമ്മൾക്ക് എല്ലാവർക്കും ഇൻക്രിമെന്റ് സാങ്ഷൻ ചെയ്ത് കിട്ടും. പക്ഷേ രണ്ടാമത്തെ ഇൻക്രിമെന്റ് കിട്ടണമെങ്കിൽ only after completion of their probation. അത് നിങ്ങൾ സൂക്ഷിച്ച് മനസ്സിലാക്കേണ്ട കാര്യവുമാണ്. അപ്പൊ പരീക്ഷയ്ക്ക് ഇപ്പൊ എക്സാമിനേഷന് പഠിക്കുന്നവർ കൂടെ വേണ്ടി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, ബുള്ളറ്റ് പോയിന്റുമായിട്ട് ഞാൻ പറയുന്നത്. അപ്പം വിച്ച് ഈസ് ദ കമ്പൽസറി ഇൻക്രിമെന്റ് എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഇൻക്രിമെന്റ് ഇസ് ദ കമ്പൽസറി and second increment will be sanctioned only after completion of the probation. അതും അവിടെയും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാമുള്ള. വാട്ട് ഈസ് ദ കണ്ടീഷൻ ഓഫ് ഗ്രാൻഡിങ് സെക്കൻഡ് ഇൻക്രിമെന്റ്? സെക്കൻഡ് ഇൻക്രിമെന്റ് ഗ്രാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? only after completion of probation. അപ്പൊ നിങ്ങൾ ഈ പ്രൊബേഷൻ കാലയളവിൽ എടുക്കുന്ന ലീവ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ക്യാഷ് ലീവ് ഒഴികെയുള്ള ഏത് ലീവ് എടുത്താലും അത്രയും ദിവസം ലീവ് എടുക്കും. ചിലർ 1 മാസത്തേക്ക് ലീവ് എടുക്കുന്നുണ്ട്, ലോസ് ഓഫ് ലീവ് എടുക്കുന്നുണ്ട്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ 1 മാസം കൂടെ പ്രൊബേഷൻ കാലയളവ് നീളും. ഇനി നമ്മൾക്ക് ചില കാര്യങ്ങളൂടെ പറയാനുണ്ട്. സാധാരണഗതിയിൽ എന്തൊക്കെയാണ് നമ്മുടെ ഈ ഓരോ പാർട്ടിലും പറയുന്നത് എന്തൊക്കെയാണ്? പാർട്ട് 1 എന്ന് പറയുന്നത് റൂൾസ് 1 മുതൽ 159 വരെയാണ്. 1 to 159 that include general conditions of service, pay, leave, joining time, foreign service, etc.
1 മുതൽ 159 വരെയുള്ള റൂളാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത്. ദെൻ ദ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് TA ആണ്. TA എന്ന് പറയുന്നത് റൂൾസ് 1 to 116, 1 മുതൽ 116 വരെയുള്ള റൂളാണ് സെക്കൻഡ് പാർട്ടിൽ പറയുന്നത്. പാർട്ട് 3 എന്ന് പറയുന്നത് പെൻഷനാണ്. പെൻഷനിൽ പറയുന്നത് 1 മുതൽ 151 വരെയുള്ള റൂൾസ് ആണ്. ഇതാണ് നമ്മുടെ യഥാർത്ഥത്തിൽ ഈ KSRന്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ കയറിയവർക്ക് 2013 മുമ്പ് കയറിയവർക്ക് മാത്രമേ പെൻഷൻ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് പെൻഷൻ വേണ്ടേ? വേണം. ഇപ്പൊ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. എന്റെ വൈഫ് റിട്ടയർ ആയിട്ടില്ല, 1 വർഷം കൊണ്ടുണ്ട് റിട്ടയർ ആവാൻ. എന്തായാലും ഈ പറയുന്നത് പോലെ നമ്മൾക്കൊരു പെൻഷൻ വേണം. പെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു, ശരിക്കും പറഞ്ഞാൽ നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി തരുന്ന ഒരു ഇമോളിമെന്റ് ആണ് പെൻഷൻ. നമ്മൾ ഇപ്പൊ നോർമലി ഞാൻ സാധാരണ സർവീസിന്റെ കാര്യം പറയാം. 56 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ സർവീസിൽ നിന്നും ഇറങ്ങിപ്പോകും. ഈ 56 വയസ്സ് വരെ സർക്കാരിന്റെ വാഹനം ഉപയോഗിച്ചിട്ടുണ്ട്, സർക്കാരിന്റെ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്, സർക്കാരിന്റെ എല്ലാ നമുക്ക് മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ്, നമുക്ക് എന്തെല്ലാം കിട്ടും, എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും. വൺസിന് ബ്ലൂ മൂൺ നമ്മൾ പെട്ടെന്ന് ഇറങ്ങി പോവുക. അപ്പോൾ നമുക്ക് എന്ത് വേണം? നമുക്ക് സർവൈവ് ചെയ്യണം. ആഡംസ് തിയറി പറയുന്നുണ്ട് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന്. അപ്പൊ നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് ജീവിക്കാനുള്ള ജീവനാംശം വേണം. ആ ജീവനാംശമാണ് പെൻഷനായിട്ട് തരുന്നത്. അപ്പൊ അത് പെൻഷൻ, അപ്പൊ വിച്ച് ഇമോളിമെന്റ് ഇസ് എക്സ്റ്റെൻഡഡ് ടു മെയിൻറ്റെയിൻ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് പെൻഷൻ. അപ്പൊ എന്തായാലും നമ്മൾ ഒരു സാധാരണഗതിയിൽ ഇപ്പോഴത്തെ, ഞാൻ ഇതായിട്ട് പറയുമൊന്നുമല്ല, നമ്മളെല്ലാം ഒരു ദിവസം മരിച്ചു പോകും. ഒരു ദിവസം നമ്മുടെ ബോഡി ഇവിടെ കളഞ്ഞിട്ട് പോകേണ്ടി വരും. പക്ഷെ 56 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് സർവൈവ് ചെയ്യണം. സർവൈവ് ചെയ്യണമെങ്കിൽ, നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് നമുക്ക് പണം വേണം. ഇപ്പൊ തമാശ രൂപത്തിൽ പറയാം, ഇന്നിപ്പോ ഒരു ട്രോള് കണ്ട് ഗോവിന്ദസ്വാമി എന്തുകൊണ്ടാണ് ജയിലിൽ പോയത്, ഈ വെളിച്ചെണ്ണയ്ക്ക് 540 രൂപ വില കണ്ടപ്പോ ഗോവിന്ദസ്വാമി വിചാരിച്ച് തിരിച്ച് ജയിലിൽ പോകുന്നതാ നല്ലത്, 1 മാസം കഴിയണേ 25,000 രൂപ വേണം, അതുകൊണ്ട് മിനിമം 25,000 രൂപ വേണം, അതിൽ ഭേദം ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ, സെക്യൂരിറ്റി കൊണ്ട് എന്നൊരു ട്രോളന്മാര് ട്രോൾ ചെയ്തിരിക്കുന്ന പോലെ നമ്മള് മിനിമം പെൻഷൻ നമ്മൾക്ക് ആവശ്യമാണ് സർവൈവൽ. അപ്പൊ അവിടെയാണ് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്നാണ് അത് പറയുന്നത്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എലിജിബിലിറ്റി എന്ന് പറയുന്നത് those who are entered in service before 2013, 2013 മുമ്പ് സർവീസിൽ കയറിയവർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ. 2013 ശേഷം കയറിയവർക്ക് ഉള്ളത് എന്താണ്? ദേ ആർ ഇൻക്ലൂഡഡ് NPS എന്ന് പറഞ്ഞാൽ നാഷണൽ പെൻഷൻ സ്കീം. അതിന്റെ ഫേറ്റ് എന്താണെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ അറിയാം. അതിന്റെ പല ഡിസ്കഷനും ഞാൻ പോയിട്ടുണ്ട്, പലയിടത്തും പോയി ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറയാം, ടു ബി ഫ്രാങ്ക്, ഇപ്പോഴും അതിനെക്കുറിച്ച് പൂർണ്ണമായ ഒരു വ്യക്തത എനിക്ക്, അതിനെക്കുറിച്ച് പുസ്തകം എഴുതിയപ്പോഴും അതിന്റെ കൂടി ഇരുന്നിട്ടുമുണ്ട്. പക്ഷെ ടു ബി ഫ്രാങ്ക്, എനിക്ക് ഇപ്പോഴും there is some uncertainty. അവിടെയാണ് നമ്മൾക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം. If there is an uncertainty and if there is an ambiguity, അതെന്നൊരു കൺസ്ട്രെയിൻ. പക്ഷെ പെൻഷൻ നമ്മൾ 56 വയസ്സാണ് 2013 മുമ്പ് കയറിയവർക്ക് പെൻഷൻ പ്രായം 56 അതിനുശേഷം those who have opted national pension scheme, the age of retirement fixed to 60 years. അപ്പം ഇനി നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഗവൺമെന്റിനുള്ള പവേഴ്സ് എന്തൊക്കെ? വാട്ട് ആർ ദി പവേഴ്സ് വെസ്റ്റഡ് വിത്ത് ദി ഗവൺമെന്റ്? ഗവൺമെന്റിന് നമ്മൾക്ക് വേണമെങ്കിൽ റൂൾസ് ഉണ്ടാക്കാം, അതുപോലെ ഡെലിഗേറ്റ് ചെയ്യാം, ചില പവേഴ്സ് ഡെലിഗേറ്റ് ചെയ്യാം. ഇനി ഏതെങ്കിലും റൂളിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, അതിനെ റിപ്പീൽ ചെയ്യുക എന്നാണ് പറയുന്നത്. ഇനി ചില കാര്യങ്ങള് ഗവൺമെന്റ് ക്യാൻ റെഗുലേറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ചെയ്യാം. ഇനി ഒരു ഓഫീസറെ ഫോറിൻ സർവീസിലേക്ക് വിടാം. എനിക്ക് തോന്നുന്നു നമ്മുടെ ബിന്ദു ഡോക്ടർ ഫോറിൻ സർവീസിൽ ജോലി ചെയ്തിട്ടുണ്ട്, ശരിയല്ലേ? ഡെപ്യൂട്ടേഷന് വർക്ക് ചെയ്തിട്ടുണ്ട് സാർ. ദാറ്റ് ഈസ് കോൾഡ് ഡെപ്യൂട്ടേഷൻ.
അപ്പൊ ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്യുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അതർവൈസ് കാൾഡ് ഫോറിൻ സർവീസ്. അപ്പൊ ഡോക്ടർ, ഐ തിങ്ക് യു ആർ വർക്ക്ഡ് ഇൻ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി, ഈസന്റ് ഇറ്റ്? യെസ് സർ. അപ്പൊ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാഡം അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് അത് നമ്മൾ പറയുന്നത്. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹു ഈസ് ദ സാങ്ഷനിങ് അതോറിറ്റി ടു ഗ്രാന്റ് ഫോറിൻ സർവീസ്? നിങ്ങളുടെ DHSന് അധികാരമില്ല, മെഡിക്കൽ കോളേജിൽ DMEക്ക് അധികാരമില്ല. only government has got the power to sanction foreign service. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഒരു ബേസിക്സ് കാര്യങ്ങൾ പറഞ്ഞത്. ഇനി നമുക്ക് കുറെ ഡെഫിനിഷൻസ് ആണ്. ഇത്രയും കാര്യത്തിൽ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. ഇവരുടെ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ധൈര്യമായിട്ട് ചോദിക്കണം. എനി പേഴ്സൺ ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻ, പ്ലീസ്. ഡോക്ടർ, യു ക്യാൻ ഗീവ് ആൻ അഡ്വൈസ്. ചിലപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുന്നോണ്ട്, ഈ മൊട്ടത്തലയൊക്കെ കാണുന്നോണ്ട് ഞാൻ അമ്പലത്തിൽ പോയി മൊട്ടയടിച്ചത് പേടിക്കൊന്നും വേണ്ട. യു ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് സർ. സാർ, 2 മാസം ലീവ് എടുക്കണമെങ്കിൽ പ്രൊബേഷൻ പീരീഡില് ഡോക്ടർ ലെറ്റ് മീ ആസ്ക് യു. യു ആർ ഡോക്ടർ അശ്വിൻ. ഞാൻ ഡോക്ടർ അശ്വിൻ വീഡിയോ കോളിൽ തന്നെ വന്നാട്ടെ. മക്കളെ പ്രായമേ ഉള്ളൂ, എന്നാലും കാണാമല്ലോ. സാർ, ഞാൻ അച്ഛന് ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലിലാണ്. ഞാൻ വണ്ടിയിൽ അകത്തിരിക്കുകയാണ്, കാരണം FSC ചെമ്മരുതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ 2 മാസം ലോസ് ഓഫ് പേ ലീവ് എടുക്കുകയാണെങ്കിൽ പ്രൊബേഷൻ പീരീഡിലാണെങ്കിൽ അത് റീസ്റ്റാർട്ട് ചെയ്യണോ അതോ 2 മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്താൽ മതിയാവോ? സാധാരണഗതിയിൽ 3 മാസം വരെ ലീവിന് കുഴപ്പമില്ല. നോർമലി ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി. ഡോക്ടറുടെ 3 മാസം വരെ ലീവ് എടുത്തു കഴിഞ്ഞാൽ നത്തിങ് ഇല്ല കേട്ടോ. അത് മനസ്സിലിരുന്നാൽ കേട്ടോ. അതിനൊരു ചെറിയ പ്രൊവിഷൻ പിന്നെ എപ്പോഴെങ്കിലും പറഞ്ഞു തരാം കേട്ടോ. 3 മാസം. കാരണം എന്താന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് സാങ്ഷൻ ചെയ്യാവുന്ന ലീവിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 120 ഡേയ്സ് ആണ്. 120 ഡേയ്സിന് മേളിൽ എല്ലാം ഗവൺമെന്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ 120 ദിവസത്തിന് മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാക്കി. അപ്പൊ 3 മാസം വരെ കുഴപ്പമൊന്നുമില്ല. Okay, welcome. Very good question. Very good. Thank you, sir. Okay. Any more questions? You can open your mind. Sir, chat box nathor question vannekkunnu. Leave without allowance, with medical leave and without medical certificate after maternity leave. How many months are the limits? Yes. അതായത് അത് നമ്മളത് പഠിക്കും. അപ്പം അപ്പൊ ഞാനത് ഒന്ന് വളരെ വിശദമായിട്ട് പറയാം. ഡോക്ടർ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞെടുക്കുന്ന ലീവ് വിത്തൗട്ട് അലവൻസ് പ്രൊബേഷൻ പീരീഡിലാണോ അല്ലയോ എന്ന് പറഞ്ഞില്ല. ഏത് പീരീഡിലാണോ അത് പറഞ്ഞിട്ടില്ല സാർ, അത് ചോദിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും അപ്പൊ ക്വസ്റ്റ്യൻ ഒരു അല്പം വേഗാണ്, എന്നാലും ഞാൻ അതിന് മറുപടി പറയാം. സാധാരണഗതിയിൽ മെറ്റേണിറ്റി ലീവ് എന്ന് പറഞ്ഞാൽ 180 ഡേയ്സ് ആണ്. ഈ 180 ദിവസത്തെ ലീവ് എടുത്തു കഴിഞ്ഞാൽ അത് സർവീസിലെ ഒരു ആനുകൂല്യത്തിനും നഷ്ടം വരത്തില്ല. ഇൻക്രിമെന്റിന് പരിഗണിക്കും, പ്രൊബേഷന് പരിഗണിക്കും, പ്രൊമോഷന് പരിഗണിക്കും, ഗ്രേഡ് പ്രൊമോഷന് പരിഗണിക്കും, എല്ലാ ആനുകൂല്യങ്ങൾക്കും 180 ദിവസം പരിഗണിക്കും. കൂടാതെ ഈ 180 ദിവസത്തിന് ശേഷം എടുക്കുന്ന 60 ദിവസത്തെ ലോസ് ഓഫ് പേ ലീവും ഇതേപോലെ തന്നെയാണ്. ഈ 180 ദിവസം എന്തെല്ലാം വിത്തൗട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് 180 ദിവസത്തിന്റെ കൂടെ ഇൻ കണ്ടിന്യൂഷൻ ടു ദ മെറ്റേണിറ്റി ലീവ്, ഇഫ് എനി എംപ്ലോയി ഈസ് അവൈലിംഗ് 60 days ലോസ് ഓഫ് പേ ലീവ്, ദെൻ ദാറ്റ് പീരീഡ് എന്ന് പറയുന്നത് വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ആപ്ലിക്കബിൾ ടു ദാറ്റ് മെറ്റേണിറ്റി ലീവ്, ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ദാറ്റ് 60 days ഓൾസോ. ഒരു ദോഷവും വരത്തില്ല. അതിനുശേഷം എടുക്കുന്നതാണെങ്കിൽ സർവീസിൽ അത് മെഡിക്കൽ ഗ്രൗണ്ടിൽ എടുക്കുന്ന ലീവിന് എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുമെന്ന് നമ്മളത് പഠിക്കും. മെഡിക്കൽ ഗ്രൗണ്ടിൽ എടുക്കുന്നത് ഇതിന് ശരിക്കും പറഞ്ഞാൽ മെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ലീവാണ്. ഇറ്റ് ഈസ് ചൈൽഡ് കെയർ ലീവ് ഓൾസോ. ഇത് ഞാൻ പറഞ്ഞതല്ല, WHO പറഞ്ഞതാ. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ല.
സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല ആ ലീവ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ചൈൽഡ് കെയർ ലീവ് ഓൾസോ. അതിപ്പം ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് 2 വർഷം ആക്കിയിട്ടുണ്ട്. ഇനി അത് 6 വർഷം 8 വർഷത്തോളം ആക്കാൻ പോകുന്നു. അവർക്ക് പിന്നെ അത് ആ ലീവ് കുറച്ച് കൊടുത്താൽ മതി എന്നൊരു ബില്ല് എന്തോ ആയിട്ടുണ്ടെന്ന് ഇങ്ങനെ റീസെന്റ് അറിയാൻ കഴിയും. നമ്മുടെ നാട്ടിൽ ആദ്യം 45 ദിവസമായിരുന്നു, പിന്നെ 190 ദിവസമാക്കി, പിന്നെ 135 ദിവസമാക്കി, പിന്നാണ് 180 ദിവസം ആക്കിയത് കേരള സർക്കാർ. അപ്പം ഈ പറഞ്ഞ പീരീഡ് എന്താണെന്നുള്ളത് ക്വസ്റ്റ്യൻ ഡീറ്റെയിൽസ് നമ്മൾക്ക് നമ്മുടെ ഗ്രൂപ്പിലോ എന്തിലെങ്കിലും ഒന്ന് ഷെയർ ചെയ്താൽ ഐ വിൽ ഗിവ് ദ എക്സാക്ട് ആൻസർ. അതിപ്പോ പ്രൊബേഷൻ പീരീഡിലാണോ അല്ലയോ എന്ന് പറഞ്ഞിട്ടില്ല. പ്രൊബേഷൻ പീരീഡിൽ അല്ലെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ എടുക്കുന്ന ലീവ് പെൻഷനും എല്ലാ ആനുകൂല്യങ്ങൾക്കും പരിഗണിക്കും. പക്ഷെ സാലറി കിട്ടത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ കൂടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും വേണം. നോർമലി ഈ മെഡിക്കൽ അങ്ങനെയുള്ള എനിക്ക് ഡോക്ടേഴ്സിനോട് എനിക്ക് ഒരേ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, യു കീപ് എ പേഴ്സണൽ ഫയൽ. എല്ലാവരുടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളൊരു പേഴ്സണൽ ഫയൽ സൂക്ഷിക്കണം. നിങ്ങളുടെ അഡ്വൈസ് മെമ്മോയുടെ കോപ്പി, നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ഓർഡറിന്റെ കോപ്പി, നിങ്ങളുടെ പേ സ്ലിപ്പിന്റെ കോപ്പി, ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചേക്കണം. യു ഹാവ് ടു അറേഞ്ച് ഇൻ എ ക്രോണോളജിക്കൽ മാനർ. എപ്പോഴാവശ്യം വന്നാലും നമ്മൾ കിടന്ന് വിഷമിച്ചു പോകും. എല്ലാവരും അവരവർക്കൊരു ഫയൽ ഉണ്ടാക്കി വെക്കും. ആ ഫയലെന്ന് നിങ്ങൾ എന്ത് ശമ്പളം വാങ്ങിച്ചു ഇതൊക്കെ വ്യക്തമായിട്ട് എഴുതി വെച്ചേക്കണം. അത് നിങ്ങളുടെ സ്പാർക്കിലെ സ്ലിപ്പ് കിട്ടുകയാണെങ്കിൽ അത് ഒരു പേപ്പർ എടുത്ത് ഒട്ടിച്ചു വെച്ച് അത് ഇതിന്റെ കൂടെ അങ്ങ് അപ്പൻഡ് ചെയ്ത് വെച്ചേക്കണം. അപ്പൊ നമുക്ക് എവിടെങ്കിലും ലാച്ചസ് ഉണ്ടോ, നമ്മൾക്ക് എവിടെങ്കിലും മിസ്സിംഗ് ഉണ്ടോ, എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. Can we take leave 1 month during probation period? Somebody has asked a question. Can you repeat that question once again, doctor? Leave without allowance with medical or without medical certificate after maternity leave. How many months are the limits? അതിനകത്ത് പിന്നെ അവര് പറഞ്ഞിട്ട് in the probation period. 2 months. 2 months already I have mentioned that. Okay. Okay, അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ട. മാത്രമല്ല മെറ്റേണിറ്റി ലീവ് എടുക്കുന്നതിന് ആരെങ്കിലും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ വിളിച്ചാൽ മതി. എന്റെ നമ്പർ സെർവ് ചെയ്തുകൊണ്ടാട്ടെ. ചോദിച്ച ആൾക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ നമുക്ക് കേസ് കൊടുക്കാം. മെറ്റേണിറ്റി ലീവിന് ഒരിക്കലും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ചോദിക്കാൻ പാടില്ല, ഒരിടത്തും പറയുന്നില്ല. ആ 2 മാസം കഴിഞ്ഞിട്ടും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ചോദിക്കാൻ പാടില്ല. ആഫ്റ്റർ 2 months മെഡിക്കൽ ഗ്രൗണ്ടില് മെഡിക്കൽ പർപ്പസിനോ ലീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. ഫിറ്റ്നസും കൊടുത്തേ. ഓക്കെ, എനി മോർ ക്വസ്റ്റ്യൻസ് പ്ലീസ്? അടുത്ത ക്വസ്റ്റ്യൻ സർ ചാറ്റ് ബോക്സിൽ വന്നേക്കുന്നത്, വാട്ട് ഈസ് ദ ഏജ് ലിമിറ്റ് ഫോർ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ്? 50 years ആണ്. 50 വയസ്സ് കഴിഞ്ഞാൽ ടെസ്റ്റ് വേണ്ട പ്രൊമോഷന്. 50 വയസ്സ് കഴിഞ്ഞാൽ ടെസ്റ്റ് ആവശ്യമില്ല. ഇപ്പൊ ഓബ്ലിഗേറ്ററി ടെസ്റ്റ് ആവില്ല. പക്ഷെ കീ പോസ്റ്റിൽ ഇരിക്കണമെങ്കിൽ ടെസ്റ്റ് വേണം. അഡ്മിനിസ്ട്രേറ്റീവ് പവറിലൊക്കെ ഇരിക്കണമെങ്കിൽ ടെസ്റ്റ് വേണം. കാരണം ട്രഷറി കോഡ് എന്താണെന്ന് അറിയണം, ഫിനാൻഷ്യൽ കോഡ് എന്താണെന്ന് അറിയണം, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നമ്മൾക്ക് ജോലിയിൽ നമ്മളെ പിരിച്ചുവിടുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അത് നമ്മൾ പഠിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, if someone has entered service before 2013 but taken leave without allowance for 2 years, will he be entitled for statutory pension? Of course, that question is അത് ഒരു ചോദിക്കാനേ പാടില്ല. 2013 ഓൾറെഡി സർവീസിൽ കയറി. ലീവിന്റെ പ്രൊസീഡിങ്സ് കൊടുക്കുമ്പോഴേ പറയും നിങ്ങളുടെ ലീവ് ബട്ട് യു ആർ കണ്ടിന്യൂയിങ് സർവീസ് ഫ്രം 2013 എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ആ ക്വസ്റ്റ്യനെ ഉദിക്കുന്നില്ല. അവർക്ക് പെൻഷൻ ഉറപ്പായിട്ട് കിട്ടിയില്ലെങ്കിൽ എന്നെ ഇവിടെ ആ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പരിഗണിച്ചില്ലെങ്കിൽ നമുക്കത് വാങ്ങിച്ചു കൊടുക്കാൻ പ്രൊവിഷൻ ഉണ്ട്. വിത്തൗട്ട് എനി എന്താ പറയുക പ്രിജുഡീസ് ഉറപ്പായിട്ട് കിട്ടും പെൻഷൻ. 100 അല്ല 150%. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. 2013 മുമ്പ് ആപ്ലിക്കേഷൻ കൊടുത്ത നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ട് 2015 ടെസ്റ്റ് നടന്ന് 2016 ജോലി കിട്ടിയെങ്കിലും പെൻഷൻ കിട്ടാൻ പ്രൊവിഷനുണ്ട്. പ്രൊവൈഡഡ് ദ നോട്ടിഫിക്കേഷൻ 2013 മുമ്പായിരിക്കും. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ചിലപ്പോൾ വേറെ ഏതെങ്കിലും ജോലിക്ക് ഇരുന്നിട്ട് 2013 ശേഷമായിരിക്കും ഈ ഹെൽത്ത് സർവീസിൽ വരുന്നതെങ്കിൽ
ക്യാരി ഓവർ ചെയ്ത് പെൻഷൻ കൊടുത്തേ പറ്റും. പെൻഷൻ കിട്ടും, എലിജിബിലിറ്റി ഉണ്ട്. പക്ഷെ അത് പലർക്കും കൊടുത്തിട്ടില്ലെന്നോ അല്ലേ? പഴയ പഴയ Somebody is അഡ്വൈസ് asking. പഴയ Pardon? ശേഷമുള്ള കേസ് കൊടുത്തിട്ടില്ലല്ലോ, അപ്പോഴും കേസ് പിടിക്കല്ലേ? I will give my contact number. Okay. You can, if anybody wants to write, you can easily note 9446. ആയിക്കോട്ടെ. I repeat once again, 9446 936 709. I repeat once again, 9446 936 709. Okay. You can easily ask questions. അപ്പൊ നമുക്ക് പരിഹരിക്കാം. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, അനദർ ക്വസ്റ്റ്യൻ, ബിന്ദു ഡോക്ടർ ആ ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യുമോ? Sir, after getting appointment order, if availed leave for 3 to 4 months joined after that period, how will be the seniority be decided? ഇതിനകത്ത് ചില പെശകുകളുണ്ട്. അതായത് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയതിന് ശേഷം 90 ദിവസം കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്യുന്നതെങ്കിലും ഡേറ്റ് ഓഫ് അഡ്വൈസ് ഡിറ്റർമിൻസ് ദ ഡേറ്റ് ഓഫ് സീനിയോറിറ്റി. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഒന്നുകൂടെ ഞാൻ പറയാം. അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടി, നമ്മൾ 90 ദിവസം എടുത്തു, 90 ദിവസം കഴിഞ്ഞാണ് 90ാം ദിവസമാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഡേറ്റ് ഓഫ് സീനിയോറിറ്റി ഡിറ്റർമിൻസ് ഫ്രം അതെന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് അഡ്വൈസ് മുതൽ കിട്ടും. പിന്നെ ജോയിൻ ചെയ്തതിന് ശേഷം ലീവ് എടുത്തു കഴിഞ്ഞാൽ വേറെ കണ്ടീഷൻ. മനസ്സിലായി ഞാൻ പറഞ്ഞത്? മാക്സിമം ടൈം അലൗഡ് 90 days ആണ്. ആ 90 daysനുള്ളിൽ എപ്പോൾ ജോയിൻ ചെയ്താലും ഡേറ്റ് ഓഫ് അഡ്വൈസ് ആണ് ഡേറ്റ് ഓഫ് സീനിയോറിറ്റി എന്ന് പറയുന്നത്. KSSR അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കോടതി വിധിയുമാണ്. ഓക്കെ, ക്ലാസ്സിൽ തിരിച്ചു വിളിക്കാം. Any more questions? ഡോക്ടറെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ഒന്ന് കമ്പയർ ചെയ്യണം കേട്ടോ. അടിപൊളി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതൊക്കെ നമ്മുടെ ടെസ്റ്റിന് വളരെ പ്രയോജനമുള്ള കാര്യങ്ങളാണ്. ഓക്കെ, Any more questions, please? വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല സർ. നമുക്ക് ഇനി നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, ചില ഡെഫിനിഷൻസ് ഉണ്ട്. ചില ഡെഫിനിഷൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇതിൽ പറയുന്നത്, KSR പറയുന്ന ചില ഡെഫിനിഷൻസ് എന്ന് പറയുന്നത്, വാട്ട് ഈസ് ആക്ച്വൽ ട്രാവലിംഗ് അലവൻസ്? നമ്മുടെ ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അങ്ങനെ പ്രധാനപ്പെട്ട ഡെഫിനിഷൻസേ ഞാൻ പറയുന്നുള്ളൂ. ഒരുപാട് ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്, ബാക്കി നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ, ഇപ്പം നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ ബിന്ദു ഡോക്ടറെ കാസർഗോഡോട്ട് മാറ്റിയിരിക്കും. ഡോക്ടർ മാത്രമേ പോകത്തുള്ളൂ. ഡോക്ടർ മാത്രമേ പോകാൻ പറ്റൂ. ഡോക്ടർക്ക് ഹസ്ബൻഡിനെ കൊണ്ടുപോകാം, മക്കളെ കൊണ്ടുപോകാം. അവര് മാത്രം മതിയോ? പേഴ്സണൽ എഫക്ട്സ് ഉണ്ട്, ഒരുപാട് ഡ്രസ് ഉണ്ട്, TV കൊണ്ടുപോകണം, ഫ്രിഡ്ജ് കൊണ്ടുപോകണം. അവിടെ ചെന്നിട്ട് പുതിയ TV, ഫ്രിഡ്ജൊക്കെ വാങ്ങിക്കാൻ പറ്റുമോ? ഡോക്ടർക്ക് പറ്റത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മുടെ പേഴ്സണൽ എഫക്ട്സ് ഉണ്ട്. ഇതിന്റെ ക്യാരേജ് കോസ്റ്റ്, ഈവൻ ടെന്റിന്റെ കോസ്റ്റും കൂടെ കൊടുക്കണം, അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കോസ്റ്റ് കൂടെ കൊടുക്കണം. അപ്പം ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസ് ഇൻക്ലൂഡ് നമ്മളുടെ ട്രാവലിംഗ് എക്സ്പെൻസ് പ്ലസ് നമ്മുടെ പേഴ്സണൽ എഫക്ട്സ് എന്തൊക്കെയുണ്ട്, അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനുള്ള കൂലി അതിൽ നിർണയിച്ചിട്ടുണ്ട്. ഓഫീസേഴ്സിനെ നിർണയിച്ചിട്ടുണ്ട്. ഓഫീസേഴ്സിനെ ഗ്രഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓഫീസേഴ്സിനെ എങ്ങനെയാണ് ഗ്രഡേറ്റ് ചെയ്തിരിക്കുന്നത്? 5 ആയിട്ടാണ് ഗ്രേഡ് ചെയ്തത്. ഓഫീസേഴ്സ് ആർ ഗ്രഡേറ്റഡ് ഇൻടു 5. ഗ്രേഡ് 1, ഗ്രേഡ് 2A, ഗ്രേഡ് 2B, ഗ്രേഡ് 3 and grade 4.
ഇൻ അക്കോർഡൻസ് വിത്ത് ദി ബേസിക് പേ. ബേസിക് പേ അനുസരിച്ചാണ് അത് നിർണയിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം, റിപ്പീറ്റ് ഓൺസ് അഗൈൻ. എംപ്ലോയീസ് ആർ കാറ്റഗറൈസ്ഡ് ഇൻറ്റു ഓർ ഗ്രേഡേറ്റഡ് ഇൻറ്റു 5. ഇത് എവിടെയാ പറയുന്നത്? പേ റിവിഷനിലാണ് പറയുന്നത്. പേ റിവിഷനിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എംപ്ലോയീസിന് ഗ്രേഡ് കൊടുത്തിരിക്കുന്നത് പേ റിവിഷനിലാണ്. എന്തിന് ബേസ് ചെയ്താണെന്ന് പറഞ്ഞാല് ബേസിക് പേ ബേസ് ചെയ്താണ്. ഓർ സ്കെയിൽ ഓഫ് പേ, അത് ബേസിക് പേ തന്നെയാണ്. നമ്മുടെ ട്രാവലിംഗ് എക്സ്പെൻസും അത് തന്നെയാണ്. നമുക്ക് ക്ലാസ് 1 വേണോ, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് 2 ടയർ ഉപയോഗിക്കാമോ, 3 ടയർ ഉപയോഗിക്കാമോ, അല്ലാതെ സ്ലീപ്പർ ക്ലാസ് ഉപയോഗിക്കാമോ, ഇതെല്ലാം പറയുന്നു. ഇതെല്ലാം വ്യക്തമായിട്ട് പേ റിവിഷനിൽ പറയുന്നു. അത് നമ്മുടെ എംപ്ലോയീസിനെ ഗ്രേഡേറ്റ് ചെയ്തിരിക്കുന്ന അനുസരിച്ച്. എംപ്ലോയീസിനെ ഗ്രേഡേറ്റ് ചെയ്തിരിക്കുന്ന ഒന്നുകൂടെ ഞാൻ പറയാം. ഗ്രേഡ് 1, ഗ്രേഡ് 2A, ഗ്രേഡ് 2B, ഗ്രേഡ് 3 and grade 4. Especially grade 4 employees are known as class 4 employees plus part-time employees. പിന്നെ ക്ലറിക്കല്, LD ടൈപ്പിസ്റ്റ്, അങ്ങനെ കയറി പോവുകയാണ്. നമ്മൾ ബേസിക് പേ അനുസരിച്ചാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇനി കോമ്പൻസേറ്ററി അലവൻസ് എന്ന് പറഞ്ഞൊരു അലവൻസ്. എന്താണ് കോമ്പൻസേറ്ററി അലവൻസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഒരു സർക്കാർ കാര്യത്തിന് വേണ്ടി നമ്മൾ പേഴ്സണലി നമ്മൾ പൈസ ചെലവാക്കിയാൽ ആ പൈസ നമുക്ക് റീഇംബേഴ്സ് ചെയ്യാം. ഒന്നുകൂടെ ഞാൻ പറയാം. സർക്കാർ ആവശ്യത്തിനായിട്ട് നമ്മളുടെ കയ്യിൽ നിന്നും പൈസ ചെലവഴിച്ചാൽ ആ പൈസ നമ്മൾക്ക് തിരിച്ചു കിട്ടും. ഇറ്റ് ഈസ് ആൻ അലവൻസ് ഗ്രാൻഡ് ടു മീറ്റ് പേഴ്സണൽ എക്സ്പെൻഡിച്ചർ നെസസിറ്റഡ് ബൈ ദ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ്. ചില സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിൽ നമ്മൾക്ക് പൈസ ചെലവഴിക്കേണ്ടി വരും. അത് നമുക്ക് തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ ആ പൈസ നമുക്ക് കിട്ടും. അതാണ് കോമ്പൻസേറ്ററി അലവൻസ് എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൊണ്ടുണ്ട്. എന്താണ് ഫീ എന്ന് പറഞ്ഞാൽ? എന്താ? അതിനു മുമ്പ് നമുക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഗവൺമെന്റ് അക്കൗണ്ട് എന്തൊക്കെയാണ്? അത് പരീക്ഷയ്ക്ക് ചോദിക്കും ഒരുപാട്. അത് കേരള ഫിനാൻഷ്യൽ കോഡിലും ചോദിക്കാറുണ്ട്, KSRലും ചോദിക്കാറുണ്ട്. ഗവൺമെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട് ആൻഡ് പബ്ലിക് അക്കൗണ്ട് ആൻഡ് ആൾ ദ എബോവ് എന്നൊരു ക്വസ്റ്റ്യൻ. ഇങ്ങനെ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ അറിയാൻ പറ്റും. ഗവൺമെന്റ് അക്കൗണ്ട് ഇൻക്ലൂഡ്സ് കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട് ആൻഡ് പബ്ലിക് അക്കൗണ്ട്. എന്താണ് കൺസോളിഡേറ്റഡ് ഫണ്ട്, എന്താണ് കണ്ടിജൻസി ഫണ്ട്, എന്താണ് പബ്ലിക് അക്കൗണ്ട്? that we will study it in detail in financial code. പക്ഷെ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് ബഡ്ജറ്റിലൂടെ തരുന്ന പൈസയാണ് കൺസോളിഡേറ്റഡ്. ബഡ്ജറ്റ് പാസ്സാക്കി തരുന്ന പൈസ. അതിൽ ഒരുപാട് ബൈഫർക്കേഷൻസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനത് ചുരുക്കി പറയുന്നത്. കണ്ടിജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ ചില കണ്ടിജൻസി എന്ന് പറഞ്ഞാൽ പണ്ട് ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പണ്ട് ഇങ്ങനെ പറയുമായിരുന്നു. പണ്ടൊക്കെ നമ്മുടെ മുതിർന്ന അമ്മൂമ്മമാരൊക്കെ ഇപ്പോഴത്തെ പോലെ അല്ല, എന്താ പറയാ, ഈ ചില ടിന്നുകൾ കാണും, എന്താ പറയാ, മല്ലി, ഉലുവ അങ്ങനെയൊക്കെ ഇട്ടിരിക്കുന്ന ടിന്നിനകത്ത് 50 രൂപ 100 രൂപയൊക്കെ സൂക്ഷിച്ചേക്കും പഴയ അമ്മൂമ്മമാർ. എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ആരും അറിയാതെ ആ പൈസ ഇതായാലും എടുത്തോന്ന് പറയും. ദിസ് ഈസ് കാൾഡ് കണ്ടിജൻസി. സർക്കാർ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഫണ്ട് സൂക്ഷിച്ചിട്ട്, ഇപ്പൊ നിപ്പ വന്നു, ഇപ്പൊ മഴക്കെടുതി വരുന്നു, ഇതിനൊക്കെ ബഡ്ജറ്റ് ഉടനെ അസംബ്ലി കൂടി പാസ്സാക്കിയിട്ട് പൈസ കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് ഇൻ ഓർഡർ ടു മീറ്റ് അൺഫോർസീൻ എക്സ്പെൻഡിച്ചർ, ആ അൺഫോർസീൻ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതിലേക്കുള്ള ഫണ്ടാണ് കണ്ടിജൻസി ഫണ്ട് എന്ന് പറയുന്നത്. അത് ആർക്കൊക്കെ കൈകാര്യം, അത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ്, ഗവർണർക്ക് റോളുണ്ട്. ഇതെല്ലാം നമ്മൾ പഠിക്കും. ദെൻ പബ്ലിക് അക്കൗണ്ട്. നമ്മൾക്കെല്ലാം അറിയാം പബ്ലിക് അക്കൗണ്ട് എന്താണ്. പബ്ലിക് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാം പൈസ വാങ്ങുന്നുണ്ട്, പക്ഷെ എല്ലാ പൈസയും കൈ വാങ്ങുന്നില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ എല്ലാ ശമ്പളത്തിൽ നിന്ന് LIC പിടിക്കുന്നു, പക്ഷെ നിങ്ങളുടെ ആനുകൂല്യങ്ങളിൽ നിങ്ങൾ വാങ്ങിച്ച ഇമോളിമെന്റ്സിൽ LIC ദാറ്റ് എമൗണ്ട് ഇസ് ഇൻക്ലൂഡഡ്, പക്ഷെ നിങ്ങളുടെ കൈക്ക് വരുന്നില്ല, അത് പോവുക. പക്ഷെ വാങ്ങിച്ച എഫക്റ്റ്. SLA, സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ്,
ഗ്രൂപ്പ് ഇൻഷുറൻസ്, ഫാമിലി ബെനിഫിറ്റ് സ്കീം, ഇതുപോലുള്ളതെല്ലാം നമ്മൾ വാങ്ങുന്നുണ്ട്, പക്ഷെ നമ്മുടെ കയ്യിൽ കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. ഇങ്ങനെ പബ്ലിക് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അത് ആ അക്കൗണ്ട് മറ്റ് ഗവൺമെന്റ് പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുകയാണ്. പക്ഷെ ഗവൺമെന്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് ഇൻസെന്റീവ് എന്നുള്ള നിലയിൽ അതിനൊരു ഇൻട്രസ്റ്റ് കിട്ടുന്നു, അല്ലെങ്കിൽ ബോണസ് കിട്ടുന്നു. അനദർ തിങ് ഇസ് പ്രൊവിഡന്റ് ഫണ്ട്. ഇറ്റ് ഈസ് ഓൾസോ എ പബ്ലിക് അക്കൗണ്ട്സ്. അപ്പൊ പ്രൊവിഡന്റ് ഫണ്ട് നിങ്ങൾ 25,000-30,000 രൂപ അപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ള പബ്ലിക് അക്കൗണ്ടിൽ കുറെ സാധനങ്ങൾ തരും. ഇതിലേതാണ് പബ്ലിക് അക്കൗണ്ട് അല്ലാത്തത് എന്ന് ചോദിക്കും. നമ്മൾ വാങ്ങുന്നുണ്ട്, പക്ഷെ കൈ വാങ്ങുന്നില്ല ഈ പൈസ. അങ്ങനെയുള്ള പൈസകളാണ് പബ്ലിക് അക്കൗണ്ട്. നോർമൽ കേസാണ് പറയുന്നത്, അബ്നോർമലായ കേസുകളല്ല പറയുന്നത്. ഒരാളുടെ പൈസ പിടിക്കുന്നു, അയാൾ എന്തെങ്കിലും എന്താ പറയുക റിക്കവറി എന്തെങ്കിലും ഉണ്ട്, അത് പബ്ലിക് അക്കൗണ്ട് ആണെന്ന് ചോദിച്ചാൽ അത് പബ്ലിക് അക്കൗണ്ടാണ്. ഞാൻ നോർമൽ കാര്യങ്ങളാണ് പറയുന്നത്. ഇനി എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്, അത് ഞാൻ ആദ്യമേ പറഞ്ഞു തുടങ്ങണമെന്ന് വിചാരിച്ചത്. നിയമം എന്ന് പറയുമ്പോൾ ഈ നിയമത്തിന് പല്ലും നഖവും ഉണ്ട്. പല്ലും നഖവും ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് സമയവും നമ്മളെ ഇത് ഉപദ്രവിക്കാം, അറ്റാക്ക് ചെയ്യാം. പക്ഷെ അത് ഇൻവോക്ക് ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം. ഇന്ത്യ മഹാരാജ്യത്ത് കേസുകൾ വന്നു കഴിഞ്ഞാൽ എല്ലാ കേസിലും ശിക്ഷകൾ ഇത്ര ഉണ്ടെന്ന് പറയുന്നുണ്ട്. എല്ലാ കേസിലും ശിക്ഷിക്കുകയാണെങ്കിൽ ഇന്ത്യയില്, നമ്മുടെ കേരളത്തില് അല്ലെങ്കിൽ നമ്മൾ സ്കൂളുകളെക്കാട്ടിലും കോളേജുകളെക്കാട്ടിലും എണ്ണം ജയിലുകൾ വേണ്ടി വരും. എല്ലാ കേസും ശിക്ഷിക്കാൻ പാടില്ല, എല്ലാ കേസും ശിക്ഷിക്കത്തുള്ളൂ. അവിടെയാണ് നമ്മൾ ഇൻവോക്ക് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. സപ്പോസ് ദാറ്റ് നിങ്ങളൊരു കാര്യം നിങ്ങളൊരു എക്സാമിനർ ആയിട്ട് വിടുന്നു. അപ്പം എന്നിട്ട് യൂണിവേഴ്സിറ്റി ഈസ് ഗിവിങ് എ ഡയറക്ഷൻ, എന്നിട്ട് ഒരു AK-47 തരുന്നു, കോപ്പി അടിക്കുന്നതിനെ വെടിവെച്ച് കൊന്നേരെ എന്ന് പറയുന്നു. നിങ്ങൾ വെടിവെച്ച് കൊല്ലുവോ? ക്വസ്റ്റ്യൻ. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞത്, ഇതൊക്കെ ഇൻവോക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് വേണം? ഓൺലി ഫോർ കൺസ്ട്രക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് പർപ്പസിൽ മാത്രമേ അത് യൂസ് ചെയ്യാം. അത് നമുക്ക് കിട്ടുന്ന ട്രെയിനിങ്ങും അങ്ങനെ തന്നെയാണ്. നമ്മൾ പറയും, ചില കാര്യങ്ങൾ പറയും, ഇതിന്റെ ലിമിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് പറയും, ഗ്യാപ്പ് പറഞ്ഞു കൊടുക്കും. പക്ഷെ നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ ഇതൊക്കെ ഉപയോഗിക്കത്തുള്ളൂ. ഇനി അടുത്തത് ഞാൻ പറഞ്ഞത് ഫോറിൻ സർവീസ്. എന്താണ് ഫോറിൻ സർവീസ്? ഞാൻ ബിന്ദു ഡോക്ടറുടെ കാര്യം പറഞ്ഞിരുന്നപ്പോൾ ഞാൻ പറഞ്ഞത് ഫോറിൻ സർവീസ് എന്താണെന്ന് പറഞ്ഞു. ഫോറിൻ സർവീസ് ഈസ് അതർവൈസ് കാൾഡ് ഡെപ്യൂട്ടേഷൻ. അതായത് നമ്മളുടെ സർവീസ്, ഇപ്പൊ ഡോക്ടർ ഹെൽത്ത് സർവീസിലെ മെഡിക്കൽ ഓഫീസറാണ്, പക്ഷെ ഡോക്ടറെ അവിടെ നിലനിർത്തിക്കൊണ്ട് ഡോക്ടറുടെ സർവീസ് മറ്റൊരു ഓർഗനൈസേഷന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. ദാറ്റ് പ്രോസസ്സിംഗ് ആണ്. അപ്പൊ ജോലി ചെയ്യുന്നതിനാണ് ഫോറിൻ സർവീസ്. വിദേശ സർവീസ് നല്ല അതിനർത്ഥം. ഇപ്പൊ ഫോറിൻ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ഓഫീസർ. അപ്പൊ ആ ഓഫീസർ സാലറി വാങ്ങിക്കുന്നത് എവിടെയാണ്? ജോലി ചെയ്യുന്നിടത്താണ് സാലറി വാങ്ങുന്നത്. പക്ഷെ ദ സാങ്ഷനിങ് അതോറിറ്റി ഇസ് ഗവൺമെന്റ്. അപ്പൊ വിച്ച് അതോറിറ്റി ക്യാൻ സാങ്ഷൻ ഫോറിൻ സർവീസ് എന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ക്യാൻ സാങ്ഷൻ ഓൺലി ഫോറിൻ സർവീസ്. ഫസ്റ്റ് ഇൻസ്റ്റന്റിൽ 1 വർഷം മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. 1 വർഷമേ കൊടുക്കത്തുള്ളൂ. നിയമത്തിൽ പറയുന്നുണ്ട് 1 വർഷമേ കൊടുക്കാൻ പാടുള്ളൂ. പക്ഷെ ദാറ്റ് മേ എക്സ്റ്റെൻഡ് അപ് ടു 5 years എന്ന് പറയുമ്പോൾ എന്താണ്? മാക്സിമം പീരീഡ് ഫോറിൻ സർവീസിൽ അറ്റ് സ്ട്രെച്ച് കഴിയാവുന്നത് 5 വർഷമാണ്. ഞാൻ അങ്ങനെ കഴിഞ്ഞ മനുഷ്യനാണ് ഫോറിൻ സർവീസിൽ. ഞാൻ ലോകായുക്തത്തിൽ 5 വർഷം. എൻ്റെ അത്രയും സർവീസ് ഇത്ര വിവിധ ഡിപ്പാർട്ട്മെന്റിലുള്ളവർ എൻ്റെ എന്താ പറയുക ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ എന്ന് തന്നെ സംശയം. വിവിധ കോടതികളിൽ ഞാൻ ജോലി ചെയ്തു. പിന്നെ ഞാൻ ലോകായുക്തത്തിൽ 5 വർഷം ജോലി ചെയ്തു. അത് കഴിഞ്ഞ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ 3 വർഷം ജോലി ചെയ്തു. ലീഗൽ സർവീസിൽ 3 വർഷം ജോലി ചെയ്തു. എന്ന് പറയുമ്പോൾ ഫുൾ സർവീസ് ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് ഞാൻ സർവീസ് ചെയ്തിരുന്നത്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ അതിന് ഞാൻ എന്താ പറയുക എക്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. എനിക്ക് അവസരങ്ങൾ തരികയും ചെയ്തു. നല്ല ജഡ്ജസ് എനിക്ക് അതിനുള്ള അവസരങ്ങൾ തരികയും ചെയ്തു. അപ്പൊ അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ ഫോറിൻ സർവീസിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇനി ഞാൻ വേറൊരു കാര്യം കൊണ്ട് ഞാൻ പറയാം.
ഈ ഹെൽത്ത് സർവീസിൽ നിങ്ങൾക്ക് ഹെൽത്ത് സർവീസിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് പുതിയൊരു ബില്ല് സാങ്ഷൻ ആവുന്നുണ്ട്. ഇനിയിപ്പം ഗവൺമെന്റില് സെക്ടറിൽ മെഡിക്കൽ കോളേജസിന്റെ എണ്ണം കൂടും. മെഡിക്കൽ കോളേജസിന്റെ എണ്ണം കൂടുമ്പോൾ ഡോക്ടേഴ്സിന്റെ സ്കേഴ്സിറ്റി വരും. സ്കേഴ്സിറ്റി വരുമ്പോൾ PG ഉള്ളവരോ സഫീഷ്യന്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവരോ ഡയറക്റ്റ് അബ്സോർബ് ചെയ്യും മെഡിക്കൽ കോളേജിലേക്ക്. വിത്തിൻ 5 years, 5 വർഷം വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ഈസ് പ്ലാനിങ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് റൂറൽ മെഡിക്കൽ കോളേജസ്. സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയാണ് അപ്പൊ അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്കെല്ലാം ഇപ്പൊ PG ഉള്ളവർക്ക് മെഡിക്കൽ കോളേജിലേക്ക് എലിവേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക, യു ആർ ഗെറ്റിംഗ് അനദർ കളർ. ഇപ്പൊ പഠിപ്പിക്കുന്നു, നിങ്ങളെ എന്താ പറയുക, നിങ്ങളെ പ്രാക്ടീസും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഡിഫറെന്റ്. ഇപ്പൊ പ്രാക്ടീസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ അത് വിത്തിൻ ദ ലിമിറ്റ്സ് ആണ്. അത് നമുക്ക് ലിമിറ്റ്സ് ഉണ്ട്. പക്ഷെ പഠിപ്പിക്കുകയും കൂടെ ചെയ്യുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, നമ്മൾക്കത് അപ്ലൈ ചെയ്യാനുള്ള അവസരം വരുന്നു. ഇതൊക്കെ നമ്മൾക്ക് ഈ ഫോറിൻ സർവീസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ജനറൽ റവന്യൂ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. ജനറൽ റവന്യൂ എന്ന് പറഞ്ഞാൽ കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട് ആൻഡ് പബ്ലിക് അക്കൗണ്ട്. അത് ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞു. ഒന്നുകൂടെ ഞാൻ പറയാം. ഗവൺമെന്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ജനറൽ റവന്യൂ എന്ന് പറയുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട് ആൻഡ് പബ്ലിക് അക്കൗണ്ട്. റവന്യൂ എന്ന് പറയുമ്പോൾ തന്നെ ടാക്സ് എന്ന് ഉദ്ദേശിക്കുക, അതും അതിന്റെ ഒരു പാർട്ടായിട്ട് വരും. അത് എങ്ങനെയാണ് പിന്നെ നമ്മൾ പഠിക്കും. ഇറ്റ് കംസ് ടു ഓണറേറിയം. ഇതാണ് ഓണറേറിയം എന്ന് പറയുന്നത്. വാട്ട് യു മീൻ ബൈ ഓണറേറിയം? നമ്മൾക്ക് ചില ജോലികൾ ചെയ്യുമ്പോൾ നമ്മൾ ശമ്പളം കൂടാതെ ചില എമൗണ്ട് കിട്ടും. ഫോർ എക്സാമ്പിൾ, ഞാൻ ജോലി ചെയ്തപ്പോൾ ഞാൻ ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്യുകയാണെങ്കിൽ എനിക്ക് പൈസ കിട്ടാറുണ്ട്. ഡ്യൂട്ടിക്ക് പൈസ കിട്ടും. അതുപോലെ തന്നെ ഞാൻ IMGയിൽ പോയി ക്ലാസ് എടുക്കുന്നു, എനിക്കൊക്കെ പൈസ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ദൂരദർശന് വേണ്ടിയിട്ട് ഞാൻ പോയി ഞാനൊരു പ്രോഗ്രാം ചെയ്യുന്നു, എനിക്ക് അവർ തരും 2500-3000 രൂപ തരും. എന്ന് പറയുമ്പോൾ ഓണറേറിയം എന്ന് പറയുമ്പോൾ റെക്കറിംഗ് നോൺ റെക്കറിംഗ് എമൗണ്ട് ജനറൽ റവന്യൂവിൽ നിന്ന് തന്നെ തരുന്ന എമൗണ്ട് ആണ്, ടാക്സബിളും ആണ്. ഇപ്പൊ നമുക്ക് പല ജോലികൾ ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ പോലീസ് ട്രെയിനിങ് കോളേജിൽ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്, അവരും പൈസ തരും, 2000-2500 രൂപ തരും. പക്ഷെ അല്ലാതെ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ പോയി ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ പൈസ തരികയാണെങ്കിൽ ഡസിന്റെ എമൗണ്ട്. അപ്പൊ ഗവൺമെന്റിന്റെ ജനറൽ റവന്യൂവിൽ നിന്ന് നമ്മൾക്ക് തരുന്ന റെക്കറിംഗ് ഓർ നോൺ റെക്കറിംഗ് ആ എമൗണ്ട് ആണ്, ദാറ്റ് ഈസ് കാൾഡ് ഓണറേറിയം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പ്രധാനപ്പെട്ട മറ്റ് ചില ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി പേഴ്സൺ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്ലീസ് ചോദിച്ചോളൂ. എന്താണ് ചോദിക്കാം? ഇനി ക്വസ്റ്റ്യൻസ്. അതുപോലെ ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ പറയാം. സബ്സിസ്റ്റൻസ് അലവൻസ്. സബ്സിസ്റ്റൻസ് അലവൻസ് ഈസ് അതർവൈസ് കാൾഡ് സസ്പെൻഷൻ അലവൻസ്. ഏതെങ്കിലും ഒരു എംപ്ലോയിയെ ഏതെങ്കിലും ഒരു എംപ്ലോയിയെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ജീവനാംശം കൊടുക്കണം. ഇനി ഒരു കാര്യം കൂടെ പറയാം. സസ്പെൻഷൻ ഈസ് നോട്ട് എ പണിഷ്മെന്റ്. ഐ റിപ്പീറ്റ് once again, സസ്പെൻഷൻ ഈസ് നോട്ട് എ പണിഷ്മെന്റ്. ഒരാളെ പരമാവധി എത്ര കാലം വരെ സസ്പെൻഷനിൽ നിർത്താം? 6 months, 180 days. ഇപ്പോഴത് കുറച്ചിട്ടുണ്ട്, 45 days ആക്കിയിട്ടുണ്ട് കോടതി. പക്ഷെ റൂൾ അമെൻഡ് ചെയ്തിട്ടില്ല. 180 ദിവസമാണ്. ഈ മാക്സിമം 180 ദിവസത്തിൽ കൂടുതൽ സസ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും പലരെയും 180 ദിവസത്തിന് മേളിൽ സസ്പെൻഡ് ചെയ്യുന്ന സ്പെഷ്യൽ സാങ്ഷൻ വാങ്ങിച്ച് ചെയ്യുന്നുണ്ട്. അതാണ് ഗവൺമെന്റിന് അൺലിമിറ്റഡ് പവേഴ്സ് ഉണ്ട്. ഇപ്പൊ ജയിലിൽ കിടക്കുകയാണ്. ഇപ്പൊ ശിവശങ്കർ എന്ന് പറഞ്ഞ എന്താ മറ്റേ IAS കാരനെ 1 വർഷത്തോളം ജയിലിൽ കിടന്നു. ആ പീരീഡ് സസ്പെൻഷൻ. അപ്പൊ ഒരാളെ പരമാവധി സസ്പെൻഷനിൽ നിർത്താവുന്ന പീരീഡ് നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് 180 days ആണ്. ഈ സസ്പെൻഷൻ കാലയളവിൽ അയാൾക്ക് ജീവനാംശം കിട്ടും. ദാറ്റ് ഈസ് കാൾഡ് സബ്സിസ്റ്റൻസ് അലവൻസ് or suspension allowance. That is equivalent to half pay leave salary. What is the amount
ഓഫ് സസ്പെൻഷൻ അലവൻസ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് പേ ലീവ് സാലറി. ഹാഫ് പേ ലീവ് സാലറിയാണ്. നമ്മൾ ഹാഫ് പേ ലീവ് സാലറി എന്തായാലും നമ്മളത് പഠിക്കും. അപ്പൊ സസ്പെൻഷൻ കാലയളവിൽ നമ്മളുടെ കുറെ എമൗണ്ടുകൾ തിരിച്ചു പിടിക്കും. അതിന് വളരെ വിശദമായിട്ട് നമ്മൾ അതും നമ്മളെ ഡ്യൂ കോഴ്സിൽ പറഞ്ഞു പോകും. അപ്പൊ ഞാനിപ്പം സബ്സിസ്റ്റൻസ് അലവൻസ് എന്താണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. സബ്സിസ്റ്റൻസ് അലവൻസ് എന്ന് പറയുന്നത് സസ്പെൻഷൻ കാലയളവിൽ ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന ജീവനാംശമാണ് സസ്പെൻഷൻ അലവൻസ് ഓർ സബ്സിസ്റ്റൻസ് അലവൻസ് ഈക്വലൻ ടു ഹാഫ് പേ ലീവ് സാലറി. അതായത് ഹാഫ് പേ ലീവ് സാലറി എന്ന് പറയുന്നത് തന്നെ ടോട്ടൽ ഇമോളിമെന്റ്സിന്റെ 65% പൈസ കിട്ടും. അതിൽ കുറയാൻ പാടില്ല. ഇവിടെയും പറയുന്നുണ്ട് 65% കിട്ടും. ഓർത്തോളൂ. somebody has asked a question. 50 വർഷം കഴിഞ്ഞ ആൾക്ക് ഞാൻ അത് ഒന്നുകൂടെ അത് സ്ക്രോൾ ചെയ്തങ്ങ് പോയല്ലോ. അല്ല, അത് ചോദിച്ചേക്കുന്നത് if a doctor has not cleared the department test and if he is over 50 years, is he eligible for 8 years time bound higher grade allowance? നിങ്ങളുടെ സ്പെഷ്യൽ റൂളിൽ അത് പറയും. സ്പെഷ്യൽ റൂളിലാണ് അത് പറയുന്നത്. സ്പെഷ്യൽ റൂളിൽ അത് വ്യക്തമായിട്ട് പറയും. അവർക്ക് 8 വർഷത്തെ ഹയർ ഗ്രേഡ് കിട്ടും. യാതൊരു സംശയമില്ല. കാരണം നിങ്ങൾക്ക് ഓബ്ലിഗേറ്ററി ടെസ്റ്റ് അല്ല. ഓബ്ലിഗേറ്ററി ടെസ്റ്റ് ആണോ ഇത്? ഈ KSR എന്ന് പറയുന്നത് കമ്പൽസറി ആണോ? ഇൻക്രിമെന്റ് സാങ്ഷൻ ചെയ്യണമെങ്കിൽ ടെസ്റ്റ് പാസ്സാവണമോ? അത് നിങ്ങളുടെ സ്പെഷ്യൽ റൂൾ നോക്കിയെങ്കിലേ പറയാൻ പറ്റും. ജനറൽ അതായത് സർവീസിന്റെ റൂൾസ് അല്ല നിങ്ങൾക്കെന്ന് പറയുന്നത്. അതായത് ഡോക്ടേഴ്സിന്റെ സ്പെഷ്യൽ റൂൾസ് ഉണ്ട്. ആ സ്പെഷ്യൽ റൂൾസിൽ എന്താണ് പറയുന്നതെന്ന് നോക്കും. അപ്പം ടെസ്റ്റ് പാസ്സാവാത്തവർക്ക് ആരെങ്കിലും പറഞ്ഞു വിട്ടതായിട്ട് അറിയാമോ? ഇൻക്രിമെന്റ് കൊടുക്കാത്ത ഇരിക്കുന്നുണ്ടോ? ഈ 50 മനസ്സിലായില്ലേ? ഡോക്ടർക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായില്ലയോ? Did you get the point, ma'am? സാർ, നമ്മൾ സെക്കൻഡ് ഇൻക്രിമെന്റ് കിട്ടണമെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് പാസ് ആവണം. അത് നിങ്ങളുടെ എവിടെയാ പറയുന്നത്? നിങ്ങളുടെ സ്പെഷ്യൽ റൂൾ നോക്കണം. അത് കമ്പൽസറി ആണോ? അതാ ഞാൻ ഓബ്ലിഗേറ്ററി ടെസ്റ്റ് ആണോ മാൻഡേറ്ററി ആണോ എന്ന് ഞാൻ ചോദിച്ചത്. സ്പെഷ്യൽ റൂൾ ഉണ്ട്. ഞാൻ എടുത്ത് നോക്കാം. എന്റെ മാൻഡേറ്ററി ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ടെസ്റ്റിൽ എല്ലാവരും പഠിക്കുന്നത്. അപ്പൊ 50 വയസ്സ് കഴിഞ്ഞിട്ട് അപ്പൊ നിങ്ങൾക്ക് 6 വർഷമല്ലേ സർവീസ് കിട്ടുന്നത്. 50 വർഷം കഴിയുമ്പോൾ ടെസ്റ്റ് എക്സംഷൻ കിട്ടത്തേ ഉള്ളൂ. 50 വർഷം കഴിയുമ്പോൾ ടെസ്റ്റ് എക്സംഷൻ കിട്ടത്തേ ഉള്ളൂ. പക്ഷെ മറ്റു പ്രൊമോഷനൊക്കെ കിട്ടാൻ സാധ്യത കുറവാണ്. അത് സാർ മാൻഡേറ്ററി ആണ് സാർ. മാൻഡേറ്ററി ആണ് സാർ. കാരണം സീനിയർ ഇത് ഓരോ വർഷം കഴിയുന്തോറും ചിലപ്പോൾ ഒരു PSCയുടെ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സാലറി കൊടുക്കണം. മറ്റുള്ള KSRഉം അക്കൗണ്ട് കോഡും അനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടി വരും. I think that is envisaged in the special rules. ആയിരിക്കണം സാർ. കണ്ടിട്ടില്ല, സ്പെഷ്യൽ റൂൾസ് നോക്കിയിട്ടില്ല. ആയിരിക്കണം. നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾ ഇതിൽ അങ്ങനെ പറയുന്നില്ല. 50 വയസ്സ് കഴിഞ്ഞാൽ ടെസ്റ്റ് എക്സംഷൻ ഉണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. നമ്മുടെ സ്പെഷ്യൽ റൂൾ നമുക്ക് എടുത്ത് നോക്കാം. അതിനകത്ത് നമുക്ക് അറിയാൻ കഴിയും. മനസ്സിലായില്ലേ? ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്ലീസ് ചോദിക്കാം. പ്ലീസ്. സാർ, ഞാൻ ഡോക്ടർ വിനോദാണ്. എറണാകുളം സിവിൽ സർജൻ ആണ്. ഒരു അനുഭവം ഉണ്ടായത് കഴിഞ്ഞ May 31 ഒരു സ്റ്റാഫ്. നിബിൻ അവിടെ ഉണ്ടായിരുന്നില്ലയോ? ആരാണ് സാർ? നിബിൻ. GH-ലാണോ? ഓൺകോളജിസ്റ്റ് ആണോ? അതെ അതെ സാർ. ഇത് May 31 എന്റെ ഹോസ്പിറ്റലിലെ ഒരു സ്റ്റാഫ് റിട്ടയർ ആയി. ഞാൻ ഹോസ്പിറ്റൽ ഇൻചാർജ് ആണ്, CS ഇൻചാർജ് ആണ്. അപ്പൊ അവര് മെഡിക്കൽ ഗ്രൗണ്ടില് ലീവില് ഇരിക്കുമ്പോഴാണ്. അപ്പം 31 റിട്ടയർ ചെയ്യുന്നത്. 31 വരെ മെഡിക്കൽ ഗ്രൗണ്ടില് കമ്മ്യൂട്ടഡ് ലീവിലും ആണ് ആള് 31 ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഫിറ്റ്നസ്സുമായിട്ട് ജോയിൻ ചെയ്യാൻ എത്തി. അപ്പോൾ ഫിറ്റ്നസ്സുമായിട്ട് 31 റിട്ടയർ ചെയ്യുന്ന അന്ന് ആഫ്റ്റർനൂൺ 3 മണിക്ക് ജോയിൻ ചെയ്യാൻ വന്നപ്പോൾ ജോയിൻ ചെയ്യിക്കേണ്ടി വന്നു. കുറെ സംശയങ്ങൾ എനിക്കുണ്ടായി. കുറച്ചു പേരോടൊക്കെ ചോദിച്ചു.
ആ ദിവസത്തെ ലീവ് ആക്കണോ അതോ എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഈ സ്റ്റാഫ് ഉദ്ദേശിച്ചത് ഞാൻ രാവിലെ ഒപ്പിടിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് വന്നത്. പക്ഷെ ഇവരെന്നെ എന്നോടൊന്ന് പറയുകയോ പോലും ചെയ്തില്ല, ഇങ്ങനെ താമസിച്ച് വരും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. ഇത് മനഃപൂർവ്വം നമ്മളെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് 3 മണിക്ക് ഫിറ്റ്നസ്സുമായിട്ട് വന്നു. ഞാനപ്പോ ജോയിൻ ചെയ്യിപ്പിച്ചു. സെൻഡ് ഓഫ് റിട്ടയർമെന്റ് പാർട്ടിയും പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു. അന്ന് ലീവിൽ ഇരുന്നുകൊണ്ട് തന്നെ റിലീവ് ചെയ്തു. ശരിയാണോ ചെയ്തത്? കുഴപ്പമില്ല. LPR എന്ന് പറഞ്ഞൊരു പ്രൊവിഷൻ ഉണ്ട്, ലീവ് പ്രിപ്പറേറ്ററി ടു റിട്ടയർമെന്റ്. 1 വർഷം വരെ എടുക്കും, ഒരു കുഴപ്പമില്ല. ലീവിലിരുന്ന് റിട്ടയർ ചെയ്യും, ലീവിലിരുന്ന് ട്രാൻസ്ഫർ ചെയ്യും, റിലീവും ചെയ്യാം, പ്രൊവിഷനുണ്ട്. ഓക്കെ, അപ്പൊ ഡോക്ടർ ചെയ്തതിനകത്ത് യാതൊരു തെറ്റുമില്ല. നമ്മളെ റിയാലിറ്റി വേറെ, ലീഗാലിറ്റി വേറെ. നമ്മൾ ലീഗലി റൈറ്റ് ആയാൽ മതി, റിയാലിറ്റി വേറെ ആയിരിക്കും. പക്ഷെ ലീഗാലിറ്റിയെ അവിടെ നോക്കത്തുള്ളൂ. ലീഗലി യു ആർ റൈറ്റ്. ഓക്കെ, ഓക്കെ സാർ. പക്ഷെ അതിൽ വന്ന ബുദ്ധിമുട്ട്, ലീവിലിരുന്ന് റിട്ടയർ ചെയ്യുന്ന ആള് അന്ന് ഉച്ച കഴിഞ്ഞ് ഫിറ്റ്നസ്സുമായിട്ട് ജോയിൻ ചെയ്യാൻ എത്തി. അതാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് വന്നത്. അപ്പൊ ജോയിൻ ചെയ്യിച്ചു. അന്നത്തെ ദിവസം ലീവായിട്ട് കാണിക്കണോ എന്നുള്ളതായിരുന്നു സംശയം. ആഫ്റ്റർനൂൺ അല്ലേ? ആഫ്റ്റർനൂൺ എന്ന് പറയുമ്പോൾ അടുത്ത ദിവസത്തെ എഫക്റ്റ് അല്ലേ വരൂ. അപ്പൊ ലീവ് അല്ലേ? അതെ സാർ, അതെ. അത് എന്റെ ഒരു 25 വർഷത്തെ സർവീസിൽ ആദ്യമുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ കേട്ടിട്ടുമില്ലായിരുന്നു. താങ്ക് യു സാർ. ഓക്കെ, വെൽക്കം. Any more questions? അപ്പൊ ഇനി ബിന്ദു ഡോക്ടർ ഒരിക്കൽ കൂടെ ഒന്ന് വരണം. അപ്പൊ ഞാന് ഇപ്പൊ ഒരുപാട് കുറച്ച് കാര്യങ്ങൾ മാത്രം എല്ലാവരെയൊക്കെ ഒന്ന് പറഞ്ഞു തന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്ജക്ട് ഡീപ്പായിട്ട് കടന്നില്ല എന്ന് പറയുമ്പോൾ ഇതൊരു ഡ്രൈ സബ്ജക്റ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും അതിനകത്തൊരു ഇതെന്തൊരു കുന്താണെന്ന് തോന്നരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ട്രാറ്റജി എടുത്തത്. നമ്മള് ഡീപ്പ് സബ്ജക്റ്റിലേക്ക് നെക്സ്റ്റ് ഡേ മുതൽ നമുക്കത് എങ്ങനെ വേണമെന്നുള്ളത് കാണിക്കാം. എങ്ങനെ വേണമെങ്കിലും അത് വളരെ വ്യക്തമായിട്ട് തന്നെ പഠിച്ച് അപ്പൊ എനിക്ക് ഇന്നത്തെ ഫീഡ്ബാക്ക് ഒന്ന് വേണം. somebody should give the feedback, please. ഇതിപ്പോ ചാറ്റ് ബോക്സിനകത്ത് വേറെ ക്വയറീസ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഡോക്ടേഴ്സ് കാണും, അല്ലാത്തവർ കാണും. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. അതൊന്ന്. അടുത്തതെന്ന് പറഞ്ഞാൽ അടുത്ത സെഷൻസ് നമുക്ക് സാറ് ഒരു ഷെഡ്യൂൾ ഇട്ട വെനസ്ഡേ ബൈ ഈവനിങ് വേണമെങ്കിൽ നമ്മൾക്ക് എന്താ പറയാ, എല്ലാവർക്കും വളരെ കൺവീനിയന്റ് നമുക്ക് നോക്കാം. സാർ അക്കാഡമിക് സെല്ലിന്റെ സെഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അതനുസരിച്ച് 30 ഞാൻ 30 ഓൾറെഡി കൊടുത്തെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, 30 ആരാണ്ട്? അത് അനീമിയുടെ ഡോക്ടർ. അതെ. എനിക്ക് തോന്നുന്നു 5-ാം തീയതി ആണെങ്കിലോ? അല്ല ഞാൻ പറയാം, ഒരു മിനിറ്റ് കൊണ്ട്. 5-ാം തീയതി ഫ്രീ ആണ്. 5 എന്ന് പറയുമ്പോ ട്യൂസ്ഡേ അല്ലേ? ട്യൂസ്ഡേ. ഇപ്പൊ ബുക്ക്ഡ് 1, 4, 12, 15. ഓക്കെ, സാറിന്റെ കൺവീനിയൻസ് പോലെ. കുഴപ്പമില്ല സാർ. അതെ, ഏതൊക്കെ സെഷൻസ് ആയിരിക്കും സാറ് ലൈക്ക്? ബാക്കി നമുക്ക് പേയും ഡീറ്റെയിൽസ് നമുക്ക് മുറയ്ക്കങ്ങ് പോവാം. ഓക്കെ. ഇപ്പൊ ഇന്ന് ഞാൻ ജനറൽ കണ്ടീഷൻസ് കുറച്ച് കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ടച്ച് ചെയ്ത് അവർക്കൊരു ഇൻട്രസ്റ്റിംഗ് ആകത്തക്ക രീതിയിൽ ഞാൻ സ്പെഷ്യൽ കാഷ്വൽ ഡിസേബിൾഡ് കൺസിഡർ ചെയ്യും കേട്ടോ. 15 ദിവസത്തെ ലീവ് കുഴപ്പമൊന്നുമില്ല. അത് സ്പെഷ്യൽ കാഷ്വൽ ലീവാണ്. 15 ഡേയ്സ് ലീവ് സ്പെഷ്യൽ കാഷ്വൽ ലീവാണ്, കുഴപ്പമില്ല. അപ്പൊ ഇതിലുള്ള ക്വസ്റ്റ്യൻസ് വരട്ടെ, നല്ലത് തന്നെയാണ്. ഡോക്ടർ ഒരു കാര്യം 2 കാര്യം ചെയ്താൽ കൊള്ളാം. ഈ ടെസ്റ്റ് മാത്രം എഴുതുന്നവരുടെ വേണമെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാമെങ്കിൽ ഞാൻ ഡെയിലി കുറെ സാധനങ്ങൾ ഇട്ടു കൊടുക്കും. ഓക്കെ സാർ, അത് ഡിസ്ട്രിക്ട് വൈസ് വിപിൻ നമുക്ക് അങ്ങനെ ഡിസ്ട്രിക്ട് വൈസ് ഒന്ന് ചെയ്യായിരുന്നു. അതാവുമ്പോ യൂസ്ഫുൾ ആയിരുന്നു നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതുന്നവർക്ക്. ഡെയിലി ഒരു 10-20 ക്വസ്റ്റ്യൻസ് ഇട്ടു കൊടുക്കാം.
ഇട്ടുകൊടുത്ത് കഴിയുമ്പോൾ അവർക്കത് വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ ഒരു 4 പ്രാവശ്യം നോക്കുമ്പോൾ നമ്മൾ താണ്ടയിലെ എന്തുവല്ല സ്പാനിഷ് പാട്ട് നമ്മൾ പഠിച്ചു. വക്ക വക്ക എന്നുള്ള പാട്ട് നമ്മൾ പഠിച്ചു. എന്തുവാന്ന് പോലും അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ഒരേ സാധനം പല പ്രാവശ്യം കേൾക്കുമ്പോൾ നമ്മൾ പഠിക്കും എന്ന് പറയുന്നത് പോലെ നമ്മൾ ഇത് കാണുമ്പോൾ നമുക്ക് ശരി ഏത് തെറ്റേതെന്ന് നോക്കും. ഓക്കെ, അപ്പൊ അത് നല്ലോണം നമുക്ക് മനസ്സിലാവും. നമുക്കത് വാട്ട് ഈസ് റോങ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ 3 ആൻസർ തെറ്റാ, അപ്പൊ 4ാമത്തെ ആൻസർ കറക്റ്റ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഒരു 10 ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടും. അതാണ് ഇതിന്റെ ഒരു എക്സ്പീരിയൻസിൽ കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ പറയും? അപ്പൊ എനിക്ക് യെസ്. ഞാൻ ഡോക്ടർ വിനീത തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കണേ. ഒരു ഡൗട്ട് സർ, സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് എന്ന് പറഞ്ഞിട്ടുള്ള ലീവ് ഇല്ലേ, അപ്പോ അത് നമുക്ക് ജോലിക്ക് പോകുമ്പോഴോ വരുമ്പോഴോ നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ, ആക്സിഡൻസ് പറ്റിയാൽ, നോട്ട് ഇൻ ദ ഓഫീസ് അവേഴ്സ്, ഗോയിങ് ആഫ്റ്റർ, ജസ്റ്റ് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന വഴിക്കാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ വരുന്ന വഴിക്കാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എലിജിബിൾ ആണോ? അതായത് പണ്ടത്തെ ഒരു ഓർഡർ ക്യാൻസൽഡ് ആയല്ലോ, 2020 ഓർഡർ ക്യാൻസൽഡ് ആയിട്ട്. ഞങ്ങളുടെ ജഡ്ജസിന് പേഴ്സണൽ പ്യൂൺസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ വീട്ടു ജോലി ചെയ്യാൻ പ്യൂൺസ് ഉണ്ട്. 5:30 മണിയായപ്പോൾ അവൻ്റെ അടുത്ത് കടയിൽ നിന്ന് സാധനം വാങ്ങിക്കാൻ പറ്റും. അവൻ ആക്സിഡന്റ് പറ്റും, അവൻ 6 മാസം ലീവ് ഞാനാ സാങ്ഷൻ. ഓക്കെ, ഉത്തരം കിട്ടിയോ? എലിജിബിൾ ആണെന്നല്ലേ? 2 വർഷം വരെ കിട്ടും, 2 വർഷം വരെ. ഓക്കെ, ശമ്പളം 180 ദിവസം വരെ, 180 ദിവസം കഴിഞ്ഞ് കിട്ടത്തില്ല. അങ്ങനെ ചില കണ്ടീഷൻസ് ഉണ്ട്. പക്ഷേ സാർ, അതിലൊരു കാര്യമില്ലേ, നമ്മള് ജോലി ചെയ്യുന്ന സ്ഥലത്തിന്റെ 8 കിലോമീറ്റർ ഉള്ളിൽ താമസിക്കണമെന്നും കൂടി ഇല്ലേ? അതെവിടെ പറയുന്നത് 8 കിലോമീറ്റർ ആണെന്ന്? ഇപ്പൊ അതൊക്കെ പോയി. ഇപ്പൊ അതൊക്കെ ഒരുപാട് മാറി. 25 വരെയായി, 25 വരെയായി. അപ്പൊ അതിന്റെ ഉള്ളില് ആവണമെന്നുള്ളതില്ലേ? ഉണ്ട്. അതുപോലെ ക്വാർട്ടേഴ്സ് അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഡോക്ടർ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെ. അന്നേരം വന്നപ്പോ വേറൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. വീക്കെൻഡിൽ വീട്ടിൽ പോണ്ടേ? ഓ സാർ, ഡ്യൂട്ടി സമയമായിട്ട് വീട്ടിൽ പോകുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് പറ്റിയാൽ ഡ്യൂട്ടിയുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ഇപ്പൊ ഞാൻ പറയാം. ഇപ്പൊ തൃശ്ശൂരിന്റെ ഏറ്റവും റിമോട്ട് ഏരിയ എന്ന് പറയുന്നത് ഏതാണ്? പാലക്കാട് ബോർഡറിൽ വർക്ക് ചെയ്യുന്ന ഒരു PHCയിലെ ഒരു ഡോക്ടർ ഒരു പ്യൂണിന്റെ കയ്യിൽ ഒരു അർജന്റ് ലെറ്റർ അവരുടെ DMOയ്ക്ക് കൊടുക്കാനായിട്ട് കൊടുത്തയക്കുന്നു. അയാൾ 5 മണി കഴിഞ്ഞാണ്, 6 മണി കഴിഞ്ഞ് 7 മണി കഴിഞ്ഞാണ് പോകുന്നത്. അല്ലെങ്കിൽ പിറ്റേ ദിവസമാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു മെസ്സഞ്ചറായിട്ട് വിട്ടു. അപ്പൊ അയാൾക്ക് അങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റിയാൽ നമുക്ക് കൊടുക്കാം. അതിനെന്ത് കൊടുക്കണ്ടെന്ന് എവിടെങ്കിലും പറയുന്നുണ്ടോ? അവിടെ ഇന്റർപ്രിട്ടേഷനും എടുക്കണം. കൊടുക്കണ്ടെന്ന് എവിടെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ കൊടുക്കാവുന്ന ഒരു അങ്ങനെ ഇൻഫറൻസ് ചെയ്തൂടെ? തീർച്ചയായിട്ടും അത് ചെയ്യണം. ഇപ്പൊ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇപ്പൊ നമ്മൾക്കൊരു ഇപ്പം VS അച്യുതാനന്ദൻ അദ്ദേഹം മരിച്ചപ്പോഴ് കോമ്പൻസേറ്ററി ലീവ് കിട്ടുമെന്നപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു. നിങ്ങളുടെ ഫ്രട്ടേണിറ്റിയിൽ തന്നെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു. കാരണം ലീവിന്റെ കേരളത്തിൽ പുസ്തകം എഴുതിയ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് എന്നെ വിളിച്ച് ചോദിച്ചു. ഞാൻ അന്നേരം ഒറ്റ ക്വസ്റ്റ്യനെ ചോദിച്ചുള്ളൂ, തരാൻ പാടില്ലെന്ന് എവിടെങ്കിലും പറയുന്നുണ്ടോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ഇസ് വെരി സിമ്പിൾ. തരാൻ പാടില്ല എന്ന് എവിടെങ്കിലും പറയുന്നു? ഇല്ല, പറയുന്നില്ല. That gives the answer. അതെ, കറക്റ്റ്. There ends the matter എന്ന് ഞാൻ പറയുകയും ചെയ്തിട്ട് സിംപ്ലി ഞാൻ അങ്ങോട്ട് ചോദിച്ചു. ഗുഡ് ഈവനിങ് സർ. സാർ, സ്പെഷ്യൽ കാഷ്വൽ ലീവ് ഉണ്ട്. അതിപ്പോ ഓർത്തോ സ്പെഷ്യാലിറ്റി, അപ്പൊ ഓർത്തോ ഡിസബിലിറ്റി ഉള്ള ആളാണെങ്കിൽ ആ കൺസേൺ സ്പെഷ്യാലിറ്റി തന്നെയാണോ കൊടുക്കേണ്ടത്? പലരും ഇങ്ങനെ OP വരാറുണ്ട്. അത് മാത്രമൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, സ്പെഷ്യൽ ഇപ്പൊ ഓർത്തോ ഡിസബിലിറ്റി ഉള്ള ഒരാൾക്ക് ഇപ്പൊ കാലിലൊരു നല്ലൊരു എന്താ പറയാ, ഒരു നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഓർത്തോയാണ് കാണുന്നത്. അല്ല, അത് വെച്ച് കൊടുക്കാമല്ലോ. എന്താ ഹലോ സാർ,
അപ്പൊ അവിടെ ഒരു Okay, ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ഡിസബിലിറ്റി ആയിട്ട് കണക്റ്റഡ് ആയ അസുഖം വേണമെന്ന് പറയുന്നുണ്ട്. അതെ അതെ, അതുകൊണ്ടാണ് ചോദിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം ഒരു ഇപ്പൊ കാലില് ഓർത്തോയായിട്ട് ബന്ധപ്പെട്ട് പനി വന്നൂടെ? ഓക്കെ. എനിക്ക് അതിനെ പറ്റി അത്ര ജ്ഞാനമില്ല, എന്നാലും വന്നൂടെ? ഇൻഫെക്ഷൻ ആയിട്ട് വരാം. ഇൻഫെക്ഷനായിട്ട് വരാം, സംശയം എന്താ? ഞാൻ അതുപോലെ നവംബർ മാസം എൻ്റെ അടുത്ത് ജോലി ചെയ്ത, ഞാൻ കൊട്ടാരക്കര കോടതിയിൽ സൂപ്രണ്ടായിരിക്കുമ്പോൾ ജോയിൻ ചെയ്തു ഒരു കുട്ടി, ഒരു ഗർഭിണിയായ കുട്ടി ജോയിൻ ചെയ്തു. നവംബർ മാസം 10 ക്യാഷ് ലീവ്, ഡിസംബർ മാസം 10 ക്യാഷ് ലീവ്, 20 ക്യാഷ് ലീവും കൊടുത്തു. അവിടെ ആളുകൾ ഊമൊക്കെ അയച്ച് ഈ കൊച്ചിന് ഞാൻ ക്യാഷ് ലീവ് കൊടുത്തെന്നും പറഞ്ഞു. അപ്പൊ ഞാൻ ഈ കത്ത് കിട്ടിയ ഉടനെ ഈ 1-2 ഇൻസ്പെക്ട് ചെയ്യാണ്ട് ഓടിക്കൊണ്ട് എല്ലാം കൂടെ ഫയലും കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു കൊടുക്കാൻ പാടില്ലെന്ന് പറയുന്നില്ല, കൊടുക്കാവുന്ന, അത് ഡിസ്ക്രിപ്ഷനായിട്ട് ഇന്ന റൂളിലും കോടതി വിധിയിലും പറയുന്നു. വന്നവർ അതുപോലെ തിരിച്ചു പോയി. ഹലോ സാർ, ഞാൻ ഡോക്ടർ സന്തോഷ് ട്രിവാൻഡ്രത്ത് വിളിക്കുകയാണ് സാർ. ഹലോ സാർ, ട്രിവാൻഡ്രത്ത് എവിടെയാണ്? ഞാൻ ട്രിവാൻഡ്രത്ത് ചെസ്റ്റ് ഹോസ്പിറ്റൽ പുലയനാർകോട്ടെ സാർ. പുലയനാർകോട്ടെ. അവിടെ നമ്മുടെ എന്തോ മറ്റേ ഉണ്ണികൃഷ്ണൻ ഡോക്ടറുടെ ഭാര്യയല്ലേ അവിടെ ഉള്ളത്? പേരെന്താ സാർ? മറ്റേ ട്രാൻസ്ഫർ ആയി ഉണ്ണികൃഷ്ണൻ സർജൻ ഡോക്ടറിന്റെ. രഞ്ജി ഡോക്ടർ. അയ്യോ, ഡോക്ടർ രഞ്ജി ഇപ്പൊ തിരിച്ചു വന്നു സാർ, ഡെപ്യൂട്ടി സൂപ്രണ്ട് വന്നോ? തിരിച്ചു വന്നു സാർ. സാറേ, എനിക്കൊരു ചെറിയ ക്വസ്റ്റ്യൻ ഉള്ളത് സാർ. ഈ കോമ്പൻസേറ്ററി അലവൻസിന്റെ ഇൻസ്റ്റൻസസ് എന്തൊക്കെയാണ്? ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ ഡോക്ടർ ഇപ്പം നിങ്ങൾ ട്രാവൽ ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. അതെ സാർ. ഇപ്പൊ ഡോക്ടർക്ക് കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ട്രാവൽ ചെയ്യാൻ പറ്റും? ഇല്ല സാർ. ഒരു നല്ല കാര്യം ശരിയല്ലേ ഞാൻ പറഞ്ഞത്? കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ട്രാവൽ ചെയ്യാൻ പറ്റുമോ? സർക്കാർ ആവശ്യത്തിന് വേണ്ടി താങ്കൾ കൈ കഴിയുന്ന പൈസ കൊടുക്കാവുന്ന ഒരു വ്യവസ്ഥയോടാണോ താങ്കൾ ജോലിക്ക് കയറിയത്? അല്ല സാർ. അല്ല. You will get compensatory allowance. Okay, അത് നമ്മൾ പഠിക്കും, PTA PC ഒക്കെ പഠിക്കും കേട്ടോ. ഓക്കെ സാർ. ഡിസ്കസ്. ഞാനൊരു ഇൻസിഡന്റോ എക്സാമ്പിൾ തന്നേ ഉള്ളൂ, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കത്ത് വരും, അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഐ നീഡ് ദ ഫീഡ്ബാക്ക് ഓഫ് ടുഡേസ് സെഷൻ. എന്നിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സർ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ഞാൻ ഡോക്ടർ ഷീജ, കൊച്ചിന്നാണേ. ഓക്കെ. സർ, നമ്മൾ ഈ നൈറ്റ് എടുക്കുമ്പോഴേ യൂഷ്വലി നമ്മളിപ്പോ ഹോളിഡേയുടെ തലേദിവസം നൈറ്റ് എടുക്കാം. അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് ഡേ നമ്മൾ വരുന്നില്ല ഡ്യൂട്ടിക്ക്. അപ്പം നമുക്ക് കോമ്പൻസേറ്ററി ഓഫ് എടുക്കാമെന്ന്. അതെ 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 അതെ. ഞാനിത് നിങ്ങളുടെ ഏതോ ഒരു മാഗസീനിൽ എഴുതുകയും ചെയ്തു. ഇത് ഏതോ ഒരു മാഗസീൻകാർ ഇതേ ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ച് എഴുതുകയും ചെയ്തു. ഇതിനു മുമ്പേ ഇതിനുള്ള ആൻസർ ഓൾറെഡി പറഞ്ഞു. എടുക്കാൻ പാടില്ല ഒന്നും പറയുന്നില്ല, എടുക്കണം നിങ്ങൾ. അല്ല സാറേ, എടുക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല. പക്ഷെ അത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ തരത്തിൽ അത് എടുക്കാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട്. അതെ അതെ അതെ. അതെന്തുകൊണ്ടാ തരാത്തെ? അതെന്തുകൊണ്ടാന്ന് പറയുന്നില്ല സാറേ. അതായത് അവര് പറയുന്നത് നമ്മൾ ആ ഡേയിൽ വർക്ക് ചെയ്യുന്നില്ല, പക്ഷെ 12 മണി കഴിഞ്ഞാൽ ആ ഡേ ആയല്ലോ, നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോ അല്ല, ഇതുപോലെ സെയിം കേസ് ഒരു ഡോക്ടർക്ക് ഇതുപോലെ കൊടുത്തപ്പം ഈ ഡോക്ടർ എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ആ ഡോക്ടർ പറഞ്ഞു എന്നെ വിളിച്ചെന്നൊന്നും പറഞ്ഞേക്കാം, വേറൊന്നും പറയാനില്ല, എന്നെ വിളിച്ചിരുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഒന്നും വേണ്ട, പോയിക്കൊള്ളാൻ പറഞ്ഞു. കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഡോക്ടർക്ക് കിട്ടത്തില്ലെന്ന് കിട്ടും കേട്ടോ. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ. അത് പിന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മളിപ്പോ ഇതെല്ലാം നമ്മള് സർവീസാണ് ചെയ്യുന്നത്. സർവീസ് എന്ന് പറയുമ്പോൾ എന്താണ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സർവീസ്? വി ആർ സെർവിങ് ദ പീപ്പിൾ, കോമൺ പീപ്പിൾ. അവിടെ ചിലപ്പോൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി, മനസ്സിലായോ? അവിടെ അത് ഓക്കെയാണ് സർ, അത് ഓക്കെയാണ്. ഇപ്പൊ നമ്മള് ഒരു ഞാൻ പറഞ്ഞു, അത് മനസ്സിലായി. യു ആർ എൻടൈറ്റിൽഡ്, ബട്ട് നമ്മൾ ഇതും കൂടെ കൺസിഡർ. ഓക്കെ ഓക്കെ സർ. ഓക്കെ. താങ്ക് യു സർ. എക്സലന്റ് ക്ലാസ് ആയിരുന്നു. വളരെ നല്ല നിർത്തി വ്യക്തതയോടുകൂടി സാർ പറഞ്ഞു തന്നത്
വളരെ ഉപകാരമാണ്. ഞാൻ ടെസ്റ്റ് ഒക്കെ പാസ്സായി 25 വർഷം സർവീസ് ഉള്ള ഒരു സിവിൽ സർജൻ ആണെങ്കിലും പല കാര്യങ്ങളും ഒന്ന് റിഫ്രഷ് ചെയ്യാനും പുതുതായിട്ട് പഠിക്കുവാനും സാധിച്ചു. എവിടെയാണ് താങ്ക് യു സോ മച്ച് സാർ. വേറെ വേറെ വർക്കിംഗ്? എറണാകുളം സാർ, എറണാകുളം ജില്ല. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, വെൽക്കം. ഹലോ സർ, യെസ്, ഞാൻ ഡോക്ടർ വിപിനാണ്, വർക്കല താലൂക്കില്. ഒരു ചെറിയ ഈ ലോക്കൽ ഹോളിഡേയ്സിൽ നമുക്ക് CH അവൈൽ ചെയ്യാൻ പറ്റുമോ? കോമ്പൻസേറ്ററി ഹോളിഡേ ഞാൻ ലോക്കൽ ഹോളിഡേ തരുന്ന എന്ത് ആക്ട് പ്രകാരം? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരം അല്ലേ? ഓക്കെ. പിന്നെ അച്യുതാനന്ദൻ സാർ മരിച്ചപ്പോഴും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരം അല്ലേ തന്നത്? സെയിം. ഓക്കെ, അപ്പൊ അവൈൽ ചെയ്യാം നമുക്ക് വേണമെങ്കിൽ. സംശയിക്കുന്നു. ഓക്കെ ഓക്കെ. അതുപോലെ ഈ നമ്മുടെ കോമ്പിനേഷൻ ഓഫ് ലീവ്സിന്റെ കാര്യം കൂടെ ഒന്ന് പറയാം സാർ. ഇപ്പൊ നമ്മളൊരു വീക്ക് ഓഫ്, ഒരു കാഷ്വൽ ലീവ്, അതിനകത്ത് കോമ്പിനേഷൻ ഓഫ് ലീവ് പറയുമ്പോൾ ഒരു ചില കാര്യങ്ങൾ പറയാനുണ്ട്. കാഷ്വൽ ലീവ് കനോട്ട് ബി കമ്പൈൻഡ് വിത്ത് എനി ലീവ്. നമ്മൾ ലീവ് പോർഷൻ പറയുമ്പോൾ ഞാൻ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം, ഏതൊക്കെ ലീവുകൾ കമ്പൈൻ ചെയ്യാമെന്നുള്ളത്. ബൈ ദ ടൈം യു പ്ലീസ് റൈസ് എ ക്വസ്റ്റ്യൻ. ഓക്കെ ഓക്കെ. സാറേ, ഒരു സജഷനും കൂടെ ഉണ്ട് സാറേ. ഗ്രൂപ്പ് ഫോം ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള എല്ലാരെയും കൂടെ ഇട്ട് കഴിഞ്ഞാലും സന്തോഷമാണ്. നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കോട്ടെ. നമ്മൾ തീർച്ചയായിട്ടും അതിനകത്തും ഒരു കുഴപ്പമില്ല. നമ്മളെല്ലാം നമ്മളെന്തായാലും നമ്മള് വി ആർ ഷെയറിംഗ് നോളജ്. അതാണ് നിങ്ങളിൽ നിന്ന് എനിക്കും പഠിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞില്ല, ഐ എം എ സ്റ്റുഡന്റ്. എനിക്ക് നാളെ യൂണിവേഴ്സിറ്റി എക്സാം എഴുതുന്ന മനുഷ്യനെ ഞാൻ ഇരുന്ന് പഠിക്കും. അത്രേ ഉള്ളൂ, അതിനകത്ത് കാര്യമൊന്നുമില്ല. അത്രേ ഉള്ളൂ. നമ്മൾ വി ആർ ഷെയറിംഗ് നോളജ്. ഞാനെപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഇത്രയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഞാനും പറയാറുണ്ട്, എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ അറിയാൻ വയ്യാത്ത കാര്യങ്ങളാണ് കൂടുതൽ. അതുകൊണ്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പം കുറെ പഠിക്കും, കുറെ നമ്മൾ ഡിസ്കസ് ചെയ്യും, നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും, നമ്മളത് ഷെയർ ചെയ്യും. ഷെയർ ചെയ്യുമ്പോൾ മാത്രമേ ദാറ്റ് ഈസ് കാൾഡ് ബ്യൂട്ടി ഓഫ് ഷെയറിംഗ്. ഞാൻ ഇനിയും ഇഫ് ടൈം പെർമിറ്റ്സ് ഞാനൊരു ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, പ്ലീസ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ. ഏകദേശം ഞാൻ പറയില്ല, ഞാനൊരു ഗ്രാമപ്രദേശത്ത് വളർന്നിട്ട് ദൈവകൃപ കൊണ്ട് ഒരു 6-7 രാജ്യത്ത് പഠിപ്പിക്കാനും സെഷൻ അറ്റൻഡ് ചെയ്യാനും. ഇപ്പൊ ഇനി 3 രാജ്യത്തൂടെ ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ ഉടനെ വിളിച്ചിട്ടുണ്ട്. കൊളംബോയിൽ പോകുന്നു, ഇന്തോനേഷ്യയിൽ പോകുന്നു, അതുപോലെ ഫിലിപ്പീൻസിൽ പോകുന്നു, ഞാൻ ഓരോ കൺസിക്യൂട്ടീവ് മന്തിൽ പോകുന്നു. ഇതൊക്കെ ദൈവകൃപയിൽ കിട്ടിയതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ ആ ഒരു ദൈവകൃപയില് കിട്ടിയ അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോഴേ എനിക്ക് ഇത് പലയിടത്തും ഞാൻ ഈ ക്വസ്റ്റ്യൻ റേസ് ചെയ്യും. നിങ്ങളൊരു ഡോക്ടറാണ്, ഒരു ആശുപത്രിയിലെ CEO ആണ്. പ്ലീസ് സീരിയസ്ലി ഹിയർ മൈ ക്വസ്റ്റ്യൻ, ലിസൺ മൈ ക്വസ്റ്റ്യൻ. ലോജിക്കാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. 3 പേഷ്യൻസ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഓരോ കോടി രൂപ ഡൊനേറ്റ് അവിടെ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കും. ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥമുണ്ട്, നമുക്ക് തിരിച്ചു കിട്ടേണ്ടതാണ്. നമ്മുടെ പർപ്പസ് സർവ് ചെയ്തില്ലെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടും. ആശുപത്രി നഷ്ടത്തിലാണ്, ഡേ ടു ഡേ അഫേഴ്സിന് ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ ഡിപ്പോസിറ്റ് ആയതുകൊണ്ട് തൊടാൻ പറ്റുന്നില്ല. One fine morning, one patient is coming with fever. അയാളുടെ ഓർഗൻസ് ഇവർക്ക് 3 പേർക്കും മാച്ച് ചെയ്യും. അപ്പോൾ അയാളെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ CEOയെ അറിയിക്കുന്നു, ഇയാൾ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ 3 പേരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ആശുപത്രിയുടെ എന്താ പറയുക, പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും. 3 ജീവൻ രക്ഷിക്കപ്പെടും. ഇവിടെ 1 ജീവനാണ് പോകുന്നത്. ടേക്ക് എ ഡിസിഷൻ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ 3 ദിവസം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ. Did you get the question? If you are the CEO, what will you do? But I was present in that session. Same question എന്നോട് ചോദിച്ചു. If
യു ആർ ദ സിഇഒ, വാട്ട് വിൽ യു ഡു എന്ന് ചോദിച്ചു. ഞാൻ ഉടനെ ഞാൻ അതിന് ഇമ്മീഡിയറ്റ്ലി ഞാൻ റിപ്ലൈ കൊടുത്തില്ല. ഞാൻ പറഞ്ഞു ഐ മീൻ സ്ട്രഗിൾ ഓഫ് മൈൻഡ് ബിറ്റ്വീൻ ഹിതർ ആൻഡ് ടിതർ, ക്വൈറ്റ് അൺഎബിൾ ടു സ്ട്രൈക്ക് എനിവെയർ എന്ന് ഞാൻ മറുപടി പറഞ്ഞു. ചിന്തിക്കുക നമ്മൾ എന്ത് ചെയ്യണം. അപ്പം നമ്മൾ ഇതുപോലുള്ള സിറ്റുവേഷൻസ് വരും, നമ്മുടെ ജീവിതത്തിൽ വരും. അപ്പോൾ ജീവിതത്തിൽ സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ അതെങ്ങനെ ഓർക്കും? ഇതിനൊക്കെ നമ്മൾ നമ്മുടെ ബുദ്ധിയും നമ്മുടെ യുക്തിയും ഒക്കെ നമ്മൾ എന്താ പറയുക അപ്ലൈ ചെയ്യാം. ഞാൻ ബാങ്കോക്ക് യൂണിവേഴ്സിറ്റി ചെന്നപ്പോൾ ഞാൻ ആദ്യം ചെയ്തത്, ഞാൻ അവിടെ ഒരു മൊണാസ്ട്രി പോയിട്ട് ഞാൻ ചോദിച്ചു, എനിക്ക് എപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റിയ ചില മെസ്സേജസ് വേണം. അപ്പൊ അവിടുത്തെ ഒരു വലിയ സന്യാസി തന്ന മെസ്സേജാണ്, ഡോണ്ട് വറി, ഡോണ്ട് ഹേറ്റ്, ഡോണ്ട് കമ്പയർ, live simply and love sincerely. അപ്പൊ നമ്മൾക്ക് ഇതൊക്കെ നമുക്ക് കിട്ടും. നമ്മള് ഈ പറയുന്ന പോലെ ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് ഒരുപാട് നമുക്ക് ഒരുതരം ഹാലുസിനേഷൻസ് ഉണ്ട്, നമ്മൾ ഡെലൂഷൻസും ഉണ്ട്. ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കണം. അപ്പൊ പഠിക്കുമ്പോഴും അത് തന്നെ വേണം. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും അതെങ്ങനെ വേണം എന്നുള്ളതാണ്. അപ്പൊ ഞാനിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, somebody should give answer. നമുക്കത് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരവും കൂടെ തന്നതാണ്. എനിവേ നമ്മൾ ഇത്തരത്തിലുള്ള കുസൃതി ചോദ്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഫീഡ്ബാക്ക് എല്ലാവരും ഒന്നും തന്നില്ല. എനിവേ അപ്പൊ നിങ്ങൾക്കെല്ലാം ഈ ഞായറാഴ്ച ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ, കുഞ്ഞുങ്ങളുടെ കൂടെ, മക്കളുടെ കൂടെ, എനിക്കൊന്ന് ഈ പറയുന്നത് വളരെ റെയർ ടൈമില് മക്കളുടെ കൂടെ ഒക്കെ ഇരുന്ന് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. എന്നെ തെക്കോട്ടടിക്കും, എൻ്റെ ഭാര്യ വടക്കോട്ടടിക്കും, ഇങ്ങനെയൊക്കെ ആയിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കൂടെ, അപ്പൊ നിങ്ങൾ ഏറ്റവും കുറച്ച് 1 മണിക്കൂറെങ്കിലും അവരുടെ കൂടെ ഒക്കെ സമയം ചെലവഴിച്ച് അവരെ ഒന്ന് കേൾക്കണം, അവരെ വളരെ ക്ഷമയോടെ കേൾക്കണം. പേഷ്യൻ ഹിയറിംഗ് അത്യാവശ്യമാണ്, അത് ചെയ്യുക. അപ്പൊ ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഇനി ഇപ്പൊ ആർക്കും പറയാനുണ്ടെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. വിദ്യു ഡോക്ടറെ പ്ലീസ്. ഈ ചാറ്റ് ബോക്സ് നിറച്ച് കുഴപ്പമില്ല. സാർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? എന്റെ പേര് ഡോക്ടർ ജോൺസ്. ഞാൻ ഇടുക്കിയിൽ നിന്നാണ്, ഇടുക്കി ജില്ലാ ആശുപത്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങള് 2010 PSC പരീക്ഷ എഴുതി. അപ്പൊ 11ലും 12ലും ആയിട്ട് ഞങ്ങൾ അഡ്വൈസ് മെമ്മോ വന്ന ഒരു ബാച്ച് ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ സമയത്ത് PG ചെയ്തുകൊണ്ടിരുന്നോണ്ട് ഞങ്ങൾ ജോയിൻ ചെയ്യുന്നത് 2013 ജൂണിലാണ്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷന്റെ. അപ്പൊ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഫിനാൻസിന്റെ ഒരു ഓർഡർ ഉണ്ട്. പക്ഷെ ഇതിപ്പോ DHSC ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷമായിട്ട് NBS എന്തുകൊണ്ട് ജോയിൻ ചെയ്തില്ല എന്നുള്ള എക്സ്പ്ലനേഷൻ ചോദിച്ച് ഞങ്ങൾ 500 പേർക്ക് ഒരുമിച്ച് ഒരു ലെറ്റർ. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ഞാൻ പറഞ്ഞത് കിട്ടുന്നത്. അല്ല, അപ്പൊ നമ്മൾ അതിനകത്ത് ഇനി വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ട്? ഇവർ വീണ്ടും ഈ ലെറ്റർ അയക്കുന്നുണ്ട്. നമ്മൾ പലവട്ടം ഗൂഗിൾ ഫോം ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പൊ ഡോക്ടർ പ്രിപ്പയർ ഡ്രാഫ്റ്റ് എന്നിട്ട് എനിക്കൊന്ന് അയച്ചാൽ ഞാനത് കറക്റ്റ് ചെയ്ത് അതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്തിട്ട്. ഞങ്ങളിപ്പോ എല്ലാ ജില്ലയിൽ നിന്നുള്ള റെപ്രസെന്റേഷൻ ആയിട്ട് DHSലേക്ക് എല്ലാവരും ഹാർഡ് കോപ്പി കൊടുത്തിരുന്നു. അപ്പൊ അതിന്റെ ഒരു കോപ്പി സാറിന് എത്തിച്ചു തരാനുള്ള അത് ചെയ്യാം. ഓക്കെ അത് പ്രശ്നമൊന്നുമില്ല. ഹാർഡിൽ കേട്ടോ. ഓക്കെ സാർ. ഒരു സിമിലർ സിറ്റുവേഷൻ വാട്സാപ്പ് അയച്ചിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു NPS. ഡോക്ടർ യുവർ വോയിസ് ഈസ് നോട്ട് ഓഡിബിൾ ഡോക്ടർ. കേൾക്കുന്നില്ല? ഇപ്പൊ കേൾക്കാം. സിറ്റുവേഷൻ ഞാൻ സാറിന് വാട്സാപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ റിപ്ലൈ ചെയ്തോമെന്ന്. ഇത് തന്നെ സിമിലർ സിറ്റുവേഷൻ തന്നെ ജോൺസ് പറഞ്ഞു. റിപ്ലൈ ഡോക്ടർ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇത് എല്ലാവർക്കും പ്രയോജനം ഉണ്ടാകട്ടെ. ഞാൻ പറഞ്ഞ ഗ്രൂപ്പിലാണെങ്കിലേ ഗീവ് ദ റിപ്ലൈ ആൾസോ. റിപ്ലൈ കാർഡിൽ കുറച്ചുകൂടെ നല്ലത് ഗ്രൂപ്പിലാവുമ്പോഴേ ഹെൽപ്ഫുൾ ടു അതേഴ്സ് ആൾസോ. ഇത് വേണമെങ്കിൽ വേറെ കൂടെ യു കൻ ട്രാൻസ്മിറ്റ് ടു അതേഴ്സ് ആൾസോ. ഓക്കെ, അതായിരിക്കും എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് അതിനെ കുറച്ചുകൂടെ ഭംഗി തോന്നുന്നു. ഓക്കെ, ഐ തിങ്ക് നമുക്കിപ്പോ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. ബിന്ദു മാഡം കേൾക്കാവോ? കേൾക്കാം.